അല്ലാഹുവിന്റെ ആയത്തിലും റസൂലുള്ളാഹിയുടെ സുന്നത്തിലും വിശദീകരിച്ച പുണ്യങ്ങളില്ലേ, അതൊന്ന് ചെയ്യുന്നതിലേക്ക് എന്നെ നീ ഒന്ന് മടക്കടേ നാഥ. കല്ലാ, അല്ലാഹുവിന്റെ വാക്കാണ്, ഇല്ലടോ, ഒരിക്കലും നിന്നെ മടക്കുകയില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വാക്കാണ്, അതയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. രണ്ട് വാക്കായി വിഷയത്തിൽ ഗൗരവമായിട്ട് പഠിക്കണം. ഒന്നെന്താ, പടച്ചോനെ ഒന്ന് തിരിച്ചേക്കണേ. എപ്പറയോ, മരിക്കണ നേരത്തെ പറയാ. ഇങ്ങോട്ട് വരുമ്പോഴേ ഇത്ര നിസ്സഹായത ആലോചിച്ച്, നിങ്ങൾ എന്തൊരു നിസ്സഹായത. ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് കരുതി തോന്നിയതുപോലെ ജീവിച്ചെന്റെ മുന്നിൽ മലക്ക് വരുമ്പോ പറയാം, ഒന്ന് തിരിച്ച. എന്തിനാറിയോ, മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല, ഇശാ നിസ്കരിച്ചിട്ടില്ല, ഒന്ന് തിരിച്ചേക്കണം. നിസ്കരിച്ചിട്ട് വരാ, ഒന്ന് മടക്കണേ. ഞാൻ ഉപേക്ഷിച്ച കർമ്മല്ലേ, ഇന്ന് സുബഹി മുതലില്ല, ഇന്ന് ളുഹറില്ല, ഇന്ന് അസ്റില്ല, ഇന്ന് ഖുർആൻ ഓതിയില്ല, ഇന്ന് ദിക്റില്ല, ഇന്ന് സ്വലാത്തില്ല, ഇന്ന് പുണ്യമായതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് റബ്ബേ നീ എന്നെ തിരിച്ചേക്കണേ, ആ പുണ്യകരമായ കാര്യത്തിലേക്ക് നീ എന്നെ ഒന്ന് തിരിച്ചേക്കണേ. മനുഷ്യൻ പറഞ്ഞ വാക്കാതെ അല്ലാഹു പറയണത് ഒരിക്കലുമില്ല. കല്ലാ, അല്ലാത്തൊരു പദാണ് ആ പദം. എന്റെ തഫ്സീർ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് അന്തം വിട്ടു. ഒരിക്കലുമില്ല, നടക്കൂല. ഏതാ മനുഷ്യനെ ഉപേക്ഷിച്ച നന്മ? ഏതാ ഉപേക്ഷിച്ച നന്മ? ഞാൻ സൂചിപ്പിച്ച ഒന്നാമത്തെ പ്രധാന നന്മയുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന അധികം ആളുകളും മുവഹിദീങ്ങളാണ്. മുവഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, നേർച്ച, വഴിപാടുകൾ, അർച്ചനകൾ, അർത്ഥനകൾ, സത്യം ചെയ്യലുകൾ, ഇബാദത്തിന്റെ മൂന്നിനോ ഇബാദത്തിന്റെ അഖ്സാമുകൾ മുഴുവനും തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, മൂന്ന് തൗഹീദിന്റെ വിഷയത്തിലും പടച്ച റബ്ബിൽ വേറൊരാളെ പങ്കു ചേർക്കാത്തവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഭൂരിപക്ഷം. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ചർച്ചാ റൂമിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും, വേറെ പരിസരത്ത് നിന്നൊക്കെ കേൾക്കുന്ന ആരെങ്കിലും കൂട്ടത്തിൽ അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും, എന്നാൽ അങ്ങനെ മുവഹിദീങ്ങളായ ആളുകളും അവരുടെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചിരിക്കുന്ന ഒരു പക്ഷേ പറഞ്ഞേക്കാൻ ഇടയുള്ളൊരു വാക്കാണ്, പടച്ചോനെ ഒന്ന് മടക്ക് റബ്ബേ, ഞാൻ ചെയ്തിട്ട് വരാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്, അവന് മാത്രമേ എന്റെ ആരാധനകൾ ഞാൻ സമർപ്പിക്കുകയുള്ളൂ എന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ തിരുദൂതരാണെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ ഓരോ മുസ്ലിമും 5 നേരത്തെ നിസ്കാരം അയാൾക്ക് നിർബന്ധമാണ്. 5 നേരത്തെ നിസ്കാരം, 5 നേരത്തെ നമസ്കാരം ആർക്കാന്നറിയോ? സ്ഥിരതാമസക്കാരനും യാത്രക്കാരനും ലോകത്ത് മനുഷ്യരായി പറഞ്ഞ മുസ്ലിങ്ങൾക്കൊക്കെ നിർബന്ധമായ സംവിധാനമാണ് നമസ്കാരം. ഈ നമസ്കാരത്തിന്റെ വിഷയത്തിലാണ് ലോകത്ത് മുസ്ലിമീങ്ങളേറെ പരീക്ഷിക്കപ്പെടുന്നത്. വിവാഹമുണ്ടായാൽ, വിരുന്നുണ്ടായാൽ നമ്മുടെ സഹോദരിമാർക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യവുമതാ, ഖലാആക്കി പോണ വിഷയമതാ. ചിലരോ തീരെ അശ്രദ്ധരാണ് ആ വിഷയത്തിൽ. നോക്കണേ നിങ്ങൾ, നാളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, നാളെ സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്ന ആളുകൾ നരകരാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളോട് ചോദിച്ചു പോണ ഒരു ചോദ്യമാണ്, അനിൽ മുജ്രിമീൻ മാ സലകകും ഫീ സഖർ, എന്തൊരു കാരണത്താലാണ് നിങ്ങൾ സഖറിൽ പ്രവേശിപ്പിച്ചത്? നരകത്തിന്റെ മറ്റൊരു പേരാണ് സഖർ. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, അവര് പറഞ്ഞു പോകും, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞങ്ങൾ ഇന്ന് നരകത്തിൽ വസിക്കുന്ന ആളുകൾ പറഞ്ഞു പോകും. ഇഹലോകത്ത്, ഈ ദുനിയാവില് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യാത്ത ധാരാളക്കണക്കിന് ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിക്ക്, എത്ര ആളാന്നറിയോ? ബാങ്ക് കൊടുത്താലും പള്ളി പോകൂല, ഇഖാമത്ത് ഇങ്ങനെ കൊടുക്കാൻ നിന്നാലും ഇവിടെ ഷട്ടർ അടക്കൂല. ഗൾഫിലൊക്കെ പ്രവാസ ജീവിതം നയിക്കുന്ന കാലത്ത് എനിക്കറിയാം, നമ്മളെ സാക്ഷാൽ ഹറം, 2 ഹറമൈൻ ശരീഫൈൻ, മക്കത്തുൽ മുക്കറമ വ മദീനത്തുൽ മുനവ്വറ. എന്ത് രസമായിട്ട് അതിനെ ഖാദിമുൽ ഹറമൈൻ പരീക്ഷിക്കണം നിങ്ങൾ. ഇന്നത്തെ അബ്ദുള്ള രാജാവും കൂട്ടരും ലോകത്ത് ഒരാൾക്ക് കൊടുത്താലും അതങ്ങനെ പരീക്ഷിക്കൂല. ഒക്കെ വെറുതെ പറയാ, തുർക്കികളെ അയച്ചു കൊടുത്തോക്കണ്ടേ, കാണെങ്കിൽ വേറെ ആരെങ്കിലും ഏറ്റെടുത്തോക്കണ്ടേ, കാണെങ്കിൽ നശിച്ച് കൊടുത്താണാക്കിയാണ് കൊടുക്കായി തരും. ഇന്ന് സമാധാനത്തിൽ കൊണ്ടുനടക്കണതാ. ആ 2 ഹറമിന്റെ പരിസരത്ത് ജീവിക്കണം മാപ്പള മൊട്ടകൾ മുസ്ലിങ്ങൾ, അങ്ങനെ നമ്മൾ പറയാം, മാപ്പള മൊട്ട. അങ്ങനെയുള്ള നമുക്ക് മുസ്ലിങ്ങൾ പേര് നിൽക്കുന്നു. മഹാപിള്ളമാർന്ന പണ്ട് വിളിച്ച് നമ്മളെ, അങ്ങനെ മഹാപിള്ളമാർ. ഓ കുറച്ച് മഹാപിള്ള മനസ്സിലായപ്പോഴാണ് പിന്നെ മാപ്പിളയത്.
മറ്റേത് മാപ്പിളയും ഇത് മാപ്പിളയും മഹാപിള്ളമാർ. എന്തൊരു ബഹുമാനത്തോട് വിളിച്ചിരുന്ന പേരെന്നറിയോ? തുപ്പണ്ടി വരും ആ പേര് വെക്കുമ്പോ. ആചാര്യ അറാമ്പറപ്പാണ് മാപ്പിളാര്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി, ഈ ഉമ്മത്തിന്റെ നേതാവ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് നാടുവിട ഒരുങ്ങ. അപ്പോഴാ തൊട്ടടുത്ത ആളെ വിളിച്ചു, നിങ്ങൾ പോകരുത്, നിങ്ങൾ പോകരുത്, നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഈ നാട്ടിൽ നിന്ന് പോയാൽ ഇവിടെ ആകെ കുട്ടിച്ചോറാകും. നമ്മളെങ്ങാനും ഇവിടുന്ന് വിട്ടുപോയാൽ അൽഹംദുലില്ലാ സമാധാനായി. എന്താ നിങ്ങൾക്ക് തെരഞ്ഞെച്ചാ ഒക്കെ നമ്മൾ തരാണ്, പോയി കിട്ടുമെന്ന് അവർക്ക്. നമ്മളങ്ങനെ പറയാ. എന്തുകൊണ്ടറിയോ? രണ്ടും രണ്ടാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ വരെ ഈ മഗ്‌രിബ് ബാങ്ക് കൊടുത്താലും ഇശാ ബാങ്ക് കൊടുത്താൽ 10-15 മിനിറ്റ് സലാ ടൈം എന്ന് പറയാം. സലക്ക് വിട, സലക്ക് പോലില്ല, സലക്ക് ഒരു പ്രത്യേക ശൈലി കേട്ടത്. ഗൾഫിൽ ജീവിച്ചവർക്കറിയാം. ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ. അവിടെ ഗവൺമെന്റിനെ പഠിച്ചിട്ടെങ്കിലും പൂജല്ലോ. ഇവിടെ അതുമില്ലല്ലോ, ആരും മുത്തവന്മാര് പൊക്കാനൊന്നുമില്ലല്ലോ ഇവിടെ. ഇരിക്കട്ടെ, ആ 10 മിനിറ്റ് കിട്ടിയാൽ കയറും റൂമിൽ കടവിട്ടു. 1,00,000 പ്രതിഫലം കിട്ടുന്ന ഹറം ഷരീഫ് വിട്ടിട്ട് ഇനി അങ്ങോട്ടൊന്നും പോണ്ട. സാധാരണ അവിടെ കിട്ടുന്ന പള്ളിയിൽ 27 ഇരട്ടി കൂലി കിട്ടുന്ന പള്ളിയൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ റൂമിൽ എന്നിട്ട് 10 മിനിറ്റ് കൂടി ഞെക്കി വെക്കും. എന്താ നാട്ടിലത്തെ വാർത്ത? നാട്ടിലോ 3 ദിവസം ഹർത്താൽ. ഇവിടുന്ന് ആകെ പ്രവാസി കിട്ടുന്ന വാർത്ത ഹർത്താൽ. ഇത് കാണാനാണോ നിസ്കാരം കൂടി ഒഴിവാക്കിയിട്ട് ഹർത്താൽ? സ്തംഭനം. ഓനെ സ്തംഭിപ്പിച്ചു കളഞ്ഞു. ഒരു പ്രതീക്ഷയില്ല, ഒരു ആശ്വാസം നൽകാത്ത വാർത്തയെ കേരളത്തിൽ നമ്മൾ കേൾക്കാം. 10 തൊഴിലാളി ഉണ്ടെങ്കിൽ 4 വിദേശിയാണ്. 4 ഇപ്പൊ പുതിയ ന്യൂസാ. 10. ഞാൻ ഈ അടുത്ത് ആലുവയിൽ പരിപാടിക്ക് ഇറങ്ങിയപ്പോണ്ടേ ഒരു ട്രെയിന് കംപ്ലീറ്റ് എത്രങ്ങാനും മനുഷ്യന്മാർ ഔട്ട് ഓഫ് സ്റ്റേറ്റ് വരുന്നത്. നിങ്ങൾ 10 തൊഴിലാളി ഉണ്ടെങ്കിൽ 4. ഇനി ഇത് പോയ 8 ആവുന്ന 2 കൊല്ലം കൊണ്ടോ 5 കൊല്ലം കൊണ്ടോ നമ്മുടെ സംസ്കാരം തന്നെ മാറുകയാണ്. പാൻപരാക്കും, പേടിയും, വൃത്തികേടും, എയ്ഡ്സും വരുന്നത് മുഴുവൻ HIV ആയിട്ടാ വരുന്നത്. നമ്മുടെ നാട്ടിലെ മതി എല്ലാം അങ്ങനെ തന്നെ. നമ്മളെല്ലാം അഭ്യസ്ത വിദ്യരാണ്. 2 നേരം സോപ്പിട്ട് കുളിക്കണ ലോകത്തൊറ്റ കൗമാരുള്ളവർ ആരറിയോ? മലയാളികളാ. അത്രയും ചീഞ്ഞ നാറിയ മനസ്സിന്റെ ഉടമ ആരെന്നറിയങ്ങള്? അത് മലയാളികളാ. അത് എല്ലായിടത്തും മനസ്സിലേക്കുണ്ട്. എല്ലാവർക്കും തുറന്നു പറയാൻ നമ്മളെ പറ്റി പറഞ്ഞു. ഈ മാപ്പിള പൊട്ട നിസ്കരിക്കൂല, നേരെ കയറി അതിന്റെ മുഴുക്ക. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ആളറിയോ? നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്താലും പള്ളി പോകൂല. ഞാൻ എനിക്ക് നിങ്ങൾ ഈ സദസ്സിനോട് പറയാനുള്ളത്, നമ്മുടെ തൊട്ടടുത്തൊരു പള്ളി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഈശാന് നിർത്താഞ്ഞത്. ചില മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ബാങ്ക് കൊടുത്ത പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് പിന്നുള്ള വയല് മതിഞ്ഞ നമുക്ക് ഒക്കെ തിരുത്തണം. അത് ഏത് മാനവമൈത്രി സമ്മേളനമായാലും എന്തായാലും ശരി. എങ്ങനെ മനസ്സിലായില്ലേ? വല്ല അമ്പലത്തിലൊക്കെ നടക്കുന്ന പരിപാടിയാണെങ്കിൽ മാത്രമേ നമുക്ക് നിർത്തിയേക്കാൻ പറ്റും. നമ്മളായി തുടങ്ങുന്ന പരിപാടിക്കൊക്കെ ഇശാ ബാങ്ക് കൊടുത്ത അടുത്ത പള്ളിയുണ്ടോ പോയി നിസ്കരിച്ച് വന്ന് തുടരാം. അല്ലെങ്കിലോ ഈ ആളുകളൊക്കെ കഴിഞ്ഞാൽ ഒന്നിച്ച് ജമാഅത്ത് നിസ്കരിച്ച് പിരിഞ്ഞു പോണ അവസ്ഥ. ഇൽമു മാത്രം പോരാ, അമലും വേണോ? എന്നിട്ട് ദഅവത്ത്. ഇത് ഇൽമുണ്ട്, ദഅവത്തുണ്ട്, അമലില്ല. അല്ലാഹ് കാക്കട്ടെ. ആമീന്ന് പറയുറക്കെ. ആമീൻ. ചെറുപ്പ് കാക്കട്ടെ. ഇഷ്ടപ്പെടൂല കേട്ടോ, ഇഷ്ടപ്പെടരുത്. അതുകൊണ്ട് അതൊക്കെ നമുക്കൊന്നും ഇഷ്ടപ്പെടരുത് പറയട്ടെ. എന്തായാലും നിസ്കരിക്കാത്ത ഒരുപാട് ആൾക്കാർ പള്ളി പോകില്ല, നിസ്കരിക്കൂല. എത്രയെന്നറിയോ ഉമ്മത്ത് മുസ്ലിമ? വൈകുന്നേരമായ അതുപോലെ വലിയ ഗ്രൗണ്ട്, 7s, 9s, 11s 3 തരം കളിയാണ്. ചിലയിടത്ത് 7s തന്നെ ഉള്ളു. ചെറിയ ഗ്രൗണ്ട് ആണെങ്കിൽ അവിടെ ഉണ്ടാവും ഒരു 12-4 ലൈറ്റ് ഒക്കെ വെച്ച് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം. ടിക്കറ്റ് മുറിച്ചുറക്കണ മുസ്ലിം, വാങ്ങണ മുസ്ലിം, കളി കാണുന്നത് മുസ്ലിം, കളിക്കണ മുസ്ലിം. കളിക്കണത് ഇപ്പൊ നമ്മളെ നാട്ടുകാരല്ല, ഫുള്ള് കെനിയെന്നും ചെനിയെന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. ഇരിക്കട്ടെ, എന്നിട്ട് നമ്മൾ കാണാതിരുന്നിട്ട് ആ കളിക്കടയില് നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ കാലം വരെ ഫൗൾ വെച്ച് മറ്റോ അയലിന്റെ കയ്യിൽ എല്ലാ സ്റ്റോക്കും ഉണ്ടാവും. ഞാൻ ഉമ്മത്ത് മുസ്ലിമിലെ മെമ്പറല്ലേ, അത്യാവശ്യം ഗുണ്ടായിസല്ലാതെ എങ്ങനെയാ? എന്നിട്ട് എന്റെ കയ്യിലെ മുളവടിയായിട്ട് ഇറങ്ങി ചെല്ലാണ് റോട്ടിക്ക്, ഗ്രൗണ്ടിക്ക്. നിങ്ങൾ എന്റെ തലക്കൊരു ഒറ്റട്ടി കഴിഞ്ഞു. പിന്നെ ഒരാഴ്ച പോലീസ് എറിഞ്ഞെടുക്കുക, നാട്ടിൽ പോയി. ആരെ? അബ്ദുറഹ്മാനി, ഫാറൂഖ്, ഉസ്മാനി. മഗ്‌രിബില്ലട്ടോ, ഇശാവുല്ല. മഗ്‌രിബ് നമസ്കരിക്കാത്ത ആളെത്രയാ? ഇശാ നമസ്കരിക്കാത്ത ആളെത്രയാ? ഇനി മഗ്‌രിബ് നമസ്കരിച്ചാലും സുബഹി നമസ്കരിക്കാത്ത മുസ്ലിം എത്രയാ? എത്ര ഉമ്മത്ത് മുസ്ലിം? 4 നമസ്കരിക്കണവരെ കൗമിൽ കൂട്ടത്തിലുള്ളൂ. കൂടുതൽ 4 സുബഹി ഇല്ല. ഉണ്ടെങ്കിൽ പൊരേന്ന് ഇങ്ങനെ എന്ന് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹ് 2 ഇട്ടിട്ട് പരിപാടി കഴിഞ്ഞ് ജമാഅത്തിന് പള്ളി പോവില്ല. ഒക്കെ നിങ്ങള് ഈ ആളുകൾ ദുനിയാവിൽ അല്ലാഹു വിളിച്ചുപോയി അവരെ പടച്ചവങ്കലേക്ക് സുജൂദിന് വേണ്ടി വിളിച്ചുപോയി. അല്ലാഹു അവരെ ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്
ഈ ആളുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ വരും. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊന ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. കണങ്കാല് വെളിവാക്കപ്പെടുന്ന ഭയങ്കരമായ ഒരു വല്ലാത്തൊരു ദിവസത്തെ നിങ്ങൾ ഓർക്കണേ. സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും, അല്ലാഹുവിലേക്ക് സുജൂദിനായി ക്ഷണിക്കപ്പെടും. അപ്പോഴോ അവർക്കതിന് സാധിക്കുകയില്ല. അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും, നിന്ദ്യത അവരുടെ ആവരണം ചെയ്യും. അവർ സുരക്ഷിതരായിരുന്ന സമയത്ത് സുജൂദിനായി അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു. സൂറത്ത് ഖലമിലെ 42-43 വാചക. ദുനിയാവില് പടച്ച റബ്ബിന്റെ പള്ളിയിലേക്ക് സുജൂദിന് വിളിച്ചിട്ട് പോകാത്ത ആളുകള് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ സുജൂദിന് വേണ്ടി വിളിക്കുമ്പോ മുട്ടുവളയുന്നില്ല, നിന്ദ്യത ആവരണം ചെയ്തു പോയി, കണ്ണുകൾ വല്ലാതെ ബേജാറായി പോയി. നമസ്കാരം ഉപേക്ഷിച്ചു പോണ ഗൗരവം എത്ര ഗൗരവമാണെന്നറിയോ? അയാളും പറയാ, റബ്ബേ ലഅല്ലി അഅമലു സാലിഹാ, പടച്ചോരേ ഞാൻ നിസ്കരിച്ചിട്ടില്ല, നീ എന്നെ തിരിച്ചയക്കണേ നാഥാ. കല്ല, ഒരിക്കലും ഇല്ലടോ അബ്ദുറഹ്മാനെ, എന്നെ തിരിച്ചയക്കൂല. അള്ളാന്റെ തിരുദൂതർ എത്ര ശക്തമായിട്ട് പറഞ്ഞ കാര്യം. ലോകത്ത് സ്വഹാബികൾ പറയാ, ഉപേക്ഷിച്ചാൽ കാഫിറായി പോണ പരിപാടി ഞങ്ങൾ കണ്ടത് എന്തറിയോ? തർക്കുഹു കുഫ്റൻ ഗൈറ സ്വലാത്ത്, നിസ്കാരമല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു പോയത്, അൽഹദുല്ലദീ ബൈനനാ വബൈനകുമുസ് സ്വലാഹ് ഫമൻ തറകഹാ ഫഖദ് കഫറ. ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഇടയിലുള്ള അതിർവരമ്പ് നമസ്കാരമാണ്. ആരാ നമസ്കാരത്തെ ഉപേക്ഷിച്ചുവോ ഫഖദ് കഫറ, ഫഖദ് കഫറ, അവൻ കാഫിറായി എന്ന് ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം ഉപേക്ഷിച്ചോ കാഫിറാണ്. നിങ്ങൾ ആലോചിച്ചോക്കി, നമ്മളൊക്കെ നാട്ടിലിപ്പോ എത്ര കാഫിര്യങ്ങളുണ്ടാവും. നമ്മള് പറയാ, ആരെ കാഫിർ നമ്മൾ വിളിക്കല്? നമ്മുടെ നാട്ടിലത്തെ ഹിന്ദുക്കളെ. അതുകൊണ്ട് തന്നെ വിളിക്കാൻ നമ്മളോട് ചോദിച്ചു, ജീവിക്കണം മുഴുവൻ വടക്കായിട്ട്, എന്നിട്ട് ഓല കാഫിർ എന്ന് വിളിക്കാം. ഓന് ഞാൻ ഒരുമിച്ച കള്ളുടിക്കാൻ പോയത്, ഓന് ഞാൻ ഒരുമിച്ച വ്യഭിചരിക്കാൻ പോയത്, ഓന് ഞാൻ ഒരുമിച്ച വീടി വലിച്ചത്, ഓന് ഞാൻ ഒരുമിച്ച സിനിമ ഉണ്ടത്, ഓന് ഞാൻ ഒരുമിച്ച ചീട്ട് കളിച്ചത്, ഓന് ഞാൻ ഒരുമിച്ച ഒരു അന്യ പെണ്ണിനെ ശൃംഗരിച്ചത്, ഓന് ഞാൻ ഒരുമിച്ച ആ പെണ്ണിനോട് മോശമായ വർത്താനം പറഞ്ഞത്, മധ്യവയസ്സായ ഒരു സ്ത്രീയുടെ അരയിൽ തോണ്ടിയത് ഞാനും ഓന് ഒരുമിച്ച, എല്ലാറ്റിനും ഞാൻ ഒരുമിച്ച്. അബ്ദുറഹ്മാൻ സ്വർഗത്തിലും അയ്യപ്പൻ നരകത്തിലും. എല്ലാ തോന്നിയാസത്തിലും അബ്ദുറഹ്മാൻ ഉണ്ട് അയ്യപ്പന്റെ കൂടെ. ഓ സ്വർഗത്തിലും നരകത്തിലും. നിസ്കരിക്കാനാട്ടോ പോവില്ല. എടാ നിങ്ങൾ നിസ്കരിക്കലടാ, എന്ത് നിസ്കാരതൊക്കെ പിന്നെ ആക്കാൻ. ഓ സ്വർഗത്തിലും ഇപ്പൊ നരകത്തില്ല. അപ്പൊ ഒരു ദേഷ്യം വരില്ല. പിന്നെ എല്ലാ തമ്മാടുത്തും ചിന്റെ കൂടെ ചിരിച്ച് സ്വർഗത്തേക്ക്, തമ്മാടുത്തൊക്കെ എന്റെ കൂടെ ചെയ്ത് ഞാൻ നരകത്തേക്ക്, ഉച്ചി സ്വർഗത്തേക്ക് പോവാ. തമ്മാടുത്തൊക്കെ ചെയ്താലേ ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്. ഏതാ മുസ്ലിമാണോ? പച്ച കാഫിർ എന്നുള്ള എന്റെ ഹബീബ് പറയും. നിസ്കരിക്കാത്ത കാഫിറ. 4 മദ്ഹബിന്റെ ഇമാമിങ്ങള് അർത്ഥരണ്ടങ്ങള് അൽ ബിദായത്തുൽ മുജ്തഹിദ് എന്ന ഗ്രന്ഥം പഠിച്ചു കാണാം. ഞെട്ടിപ്പോയി നമ്മള്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ് നിസ്കരിക്കാത്തവനെ പറ്റി പറഞ്ഞോ? നിങ്ങള് നിസ്കരിക്കാത്തവനെ പറ്റി ഇമാം അബൂ ഹനീഫ പറഞ്ഞോ? നിസ്കരിച്ചിട്ടില്ല ഒരാള്, അയാൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത അയാൾ പശ്ചാത്തപിക്കണം. പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ ഓനെ പിടിച്ച് ജയിലിൽ കൊണ്ടിടണോ? ഹനഫി മദ്ഹബിൽ നിസ്കരിക്കാത്തവരെ ശിക്ഷ എന്താ? ജയിലിൽ കൊണ്ടിടണോ? നമ്മുടെ നാട്ടിൽ എത്ര ആളുണ്ടാവും ഇപ്പൊ നാട്ടിൽ കൂടി നടക്കാം അല്ലേ? ഇനി രണ്ടാമത്തെ ഇമാം മാലിക് റഹ്മഹുല്ലാഹ്, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ്, 4 അഇമ്മത്തിന്റെ കിബാറുൽ ഉലമാക്കൾ. അതിൽ 3 ആള് പ്രധാനമായിട്ട്. അതുപോലെ ഇബ്നുൽ മുബാറക് റഹ്മഹുല്ലാഹ് പോലുള്ള മുഹദ്ദിസീങ്ങളും അവരൊക്കെ പഠിപ്പിച്ചെന്തറിയോ? ഒരാൾ നിസ്കരിച്ചില്ല, അയാൾക്ക് നിസ്കാരത്തിന്റെ ഗൗരവമൊക്കെ പറഞ്ഞെടുത്തു, നിസ്കരിക്കാനുള്ള ശിക്ഷയെ പറ്റി ഇവിടെ അവിടെയൊക്കെ പറഞ്ഞെടുത്തു, എല്ലാം പറഞ്ഞു കൊടുത്തിട്ടു അയാൾ പശ്ചാത്തപിച്ചില്ല. എന്തിതിലും മാറില്ല എങ്കിൽ അവനെ കൊല്ലണോ? നമ്മളെ അബ്ദുറഹ്മാൻകാരോട് ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻക്ക് എവിടെ മോന ഐദുറോടെ? പൊന്നു മക്കളെ പറയണ്ട, ഐദുറോനല്ലേ മിഞ്ഞാന്ന് കോടതി വെട്ടിക്കൊന്ന് നിങ്ങൾ അറിഞ്ഞില്ല ചോദിച്ചു. മൂപ്പര് 4 നോക്കാം, ഞാനും പോകാണ്, ഇനി ഇനിയിപ്പോ എപ്പോഴാ കൊല്ലാന്നറിയില്ല. ആരൊന്നും മൂപ്പര് നിസ്കരിക്കൂല. മോനെ ഓൾറെഡി കൊന്നിക്കണ, മൂപ്പര് നിസ്കരിക്കാറക്കാൻ. നിസ്കരിക്കാത്തവന്റെ ശിക്ഷ പറഞ്ഞു. നിസ്കരിക്കാത്തവന്റെ ശിക്ഷ ഭൗതികമായി ഇസ്ലാമിക കോടതിയിലുള്ള ശിക്ഷ ഇമാമിങ്ങൾ പഠിപ്പിക്കുക. മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചു തള്ളുന്നവരെ, ജനങ്ങൾക്ക് ഇത് പറഞ്ഞെടുത്തോ? ജനങ്ങളുടെ പണം ആഗ്രഹിക്കുന്നവരെ, പാതിരാവയലുകളിൽ 40,000 പോയി 50,000 ആണ് അത്രേ ചില ബാക്കവിമാരുടെ ഒരു പ്രസംഗത്തിന്റെ സിറ്റിംഗ് ചാർജ്.
നമ്മുടെ നാട്ടിൽ കാണുന്ന ബാക്കിമാര് പ്രസംഗത്തിന്റെ സിറ്റിംഗ് ചാർജ് 50,000. എന്നിട്ട് 62 ലക്ഷം പിരിച്ചെടുത്ത് 62 ലക്ഷം പിരിച്ച 40% മൂപ്പര പോക്കറ്റക്ക്. സുബ്ഹാനല്ലാഹ്. ദീന് വിറ്റ് ജീവിക്കുന്ന മുസ്ലിയാക്കന്മാര്, മൗലവിമാര്, തങ്ങന്മാര്, പണ്ഡിതന്മാര്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 24 നിങ്ങൾ പണ്ഡിതന്മാരെ സൂക്ഷിച്ചോളണം, പെണ്ണുപിടിയന്മാര് കള്ളന്മാരെ സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞ് ഞങ്ങളെ പോലത്തെ മൗലവിമാര് പണ്ഡിതന്മാരെ സൂക്ഷിച്ചോളി. വെറുതെ പറഞ്ഞ് നിങ്ങൾ ആലോചിക്കണം. പാതിരാവായുള്ള രാത്രി 12 മണി വരെ 1 മണി വരെ ഒരു ബക്കറ്റ് ഇങ്ങനെ പോകും. ഇതാ പടിയുണ്ട് ഒരു ബക്കറ്റ്, അത് പോയി വരും. അത് പോയാലും എനിക്കറിയാം എത്ര ഉണ്ടാവുള്ളൂ. ഓല് പോണം ബക്കറ്റ് ഇട്ട്, എന്നാലേ പിരിവ് വരുള്ളൂ. എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണെന്ന്. എന്നിട്ട് പൊരേ ചെന്നിട്ട് എവിടെ എന്റെ കമ്മല് കൊടുത്തു, ഒറ്റ അടിച്ചപ്പോ നോക്കിട്ട് എത്ര ആക്ക അടിയിട്ടിക്കണ പെണ്ണുങ്ങൾക്ക്. ബാക്കിമാരെ വയലിനെ കൊടുത്തിട്ട് 4 ലക്ഷം 5 ലക്ഷം ഉണ്ടാവണ്ടേ. കുടി ചെന്നിട്ട് മൂപ്പര സ്വഭാവം മാറി. ഇഖ്ലാസ് ഉണ്ടെന്നല്ലേ. ഇപ്പൊ അടുത്ത് പറയാ പള്ളി കയറ്റണോ 20 ലക്ഷം ചെലവാണ്. ആചാര്യ നീച്ചുന്നുണ്ട് പറഞ്ഞ് അതിനെ പഞ്ഞ് പിരിക്കൊന്നും വേണ്ട, ഞാൻ തന്നെ തരാന്ന് ഉറക്കെ. അല്ലാഹു അക്ബർ. ഹാജിയാർക്ക് അല്ലാഹു പരലോകത്ത് സ്വർഗം കൊടുക്കുമാറാവട്ടെ. ഇതാണ് ഈ കിട്ടാൻ വേണ്ടി, ഈ ആൾക്കാരൊക്കെ കേൾക്കാൻ വേണ്ടി നിന്നെ പരിപാടി. അത്ര കാലം ആചാര്യ അവിടെ ഉണ്ട്. ഈ സദസ്സ് കെട്ടിയപ്പോ മാത്രം ആചാര്യ നീച്ചു പറഞ്ഞ 20 ലക്ഷം ഭഗാൻ. അപ്പൊ മനസ്സിലായില്ലേ, പ്രസംഗിക്കണോന്റെ ഉള്ളിൽ എന്താ ഉള്ളത്, കൊടുക്കണോന്റെ ഉള്ളിൽ എന്താ ഉള്ളത്. ഇതാണ് ലക്ഷങ്ങൾ കിട്ടുന്നതിന്റെ വകുപ്പ് എന്ന് മനസ്സിലായിക്കൊള്ളി. ഇത് പറയാനല്ല ഇവിടെ. നിങ്ങൾ 5 വയസ്സും കിട്ടൂല, കിട്ടിയത് ഇപ്പൊ എറിഞ്ഞിട്ട് അവസാനം ഹെൽമെറ്റ് ഒക്കെ കിട്ടിയ അവസ്ഥ എനിക്കുള്ളത്. നിങ്ങൾ അറിയാന്നല്ല, ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മനുഷ്യന്മാർ നിറഞ്ഞിക്കണത്. അങ്ങോട്ട് നമ്മളെ ആൾക്കാർക്ക് തീരെ അന്തോലാവുന്നത്. അങ്ങോട്ട് വിടന്നെ. ഇപ്പൊ ആൾക്കാർ പരിഹസിക്കാൻ ഹെൽമെറ്റ് മൂലം വരെ പറയാൻ തുടങ്ങിയത്. മനുഷ്യന്മാരെ സഹിക്കാൻ ഹെൽമെറ്റ്. ഇത് നമ്മളെ കഥ, നമ്മളെ കഥ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എങ്ങനെ എറിഞ്ഞാലും കേട്ടോ ഉറപ്പാണേ, ഇത് എറിഞ്ഞാൽ പൊളിച്ചാലും ശരി, ആ ശ്വാസം അവസാനം വരെ നിൽക്കണ്ടോ അതുവരെ അല്ലാഹുവിന്റെ തൗഹീദ് പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമസ്കരിക്കാത്തവർക്ക് ലഭിക്കുന്ന ഭൗതിക ശിക്ഷയെ പറ്റിയ, ആഖിറത്തിലോ അവർക്ക് ശാശ്വതമായ നരകശിക്ഷയാ. ഇനി നോക്കണേ, നിങ്ങൾ നിസ്കാരക്കാരെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയാ, നമസ്കാരം ഉപേക്ഷിച്ചവർക്ക് ധിക്കാരവും അഹങ്കാരവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കാത്തവർ ധിക്കാരികളായ ഫിർഔന്റെ കൂടെ, ഖാറൂന്റെ കൂടെ അങ്ങനെയാണെന്നാ റസൂൽ പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു അംർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ദക്കറ സ്വലാത യൗമൻ ഫഖാല മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ വമൻ ലം യുഹാഫിള് അലൈഹാ ലം യകുൻ ലഹു നൂറൻ വലാ ബുർഹാനൻ വലാ നജാതൻ വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂന വഫിർഔന വഹാമാന നമസ്കാരത്തെ കുറിച്ച് അല്ലാഹുവിന്റെ തിരുദൂതർ പറയാ, ആരെങ്കിലും ആ നമസ്കാരം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, 5 നേരത്തെ നിസ്കാരത്തെ കൃത്യമായി കൊണ്ടുപോവുകയാണെങ്കിൽ അതവന് പരലോകത്ത് പ്രകാശമാണ്, പരലോകത്ത് തെളിവാണ്, പരലോകത്ത് രക്ഷയുമാണ്. ഇനി ആരെങ്കിലും ആ നമസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിലോ അതവന് പ്രകാശമോ തെളിവോ രക്ഷയോ പരലോകത്താകൂല. മാത്രമല്ല അയാൾ നാളെ ഖാറൂനിന്റെയും ഫിർഔനിന്റെയും ഹാമാനിന്റെയും ഉബയ്യ് ഇബ്നു ഖലഫിന്റെയും ലഅനത്തുല്ലാഹി കുല്ലുഹും അജ്മഈൻ ലഅനത്തുല്ലാഹ് ശപിക്കപ്പെട്ട കൂട്ടരെ കൂട്ടത്തിൽ ലഅനത്തുല്ലാഹി അലൈഹി ശപിച്ച കൂട്ടരെ കൂടെയാണ്. ഫിർഔന്റെയും ഹാറൂന്റെയും ഹാമാന്റെയും കൂടെ. ആര്? അബ്ദുറഹ്മാനും അബ്ദുർ റഷീദും ഉമറും ഉസ്മാനും ഫാറൂഖും ഒക്കെ. ആരെ കൂടെ? ഈ ജാതി വൃത്തികെട്ടവരെ കൂടെ. ഇയാളും പറഞ്ഞ വാക്കെന്താ? മരണത്തിന്റെ സമയത്ത് ഇയാള് പറഞ്ഞ വാക്കെന്താ? നിസ്കരിക്കാത്ത ആള് പറഞ്ഞ വാക്കെന്താ? ഖാല റബ്ബിർജിഊൻ, പടച്ചവനെ നീ എന്നൊന്ന് ദുനിയാവിലേക്ക് തിരിച്ചയക്കണേ. എന്തിനാണെന്നറിയോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഇന്ന് മഗ്രിബ് നമസ്കരിച്ചിട്ടില്ല, ഞാൻ ഇന്ന് ഇശാ നമസ്കരിച്ചിട്ടില്ല, ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഒഴിവാക്കിയവനാ, അതിലേക്ക് അത് അനുഷ്ഠിക്കുന്നതിലേക്ക് നീ എന്നൊന്ന് തിരിച്ചയക്കണേ. കല്ല, ഒരിക്കലുമില്ല. ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്കാണ്. അതയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബിന്റെ തിരുനാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഓതി തരികയാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു തരികയാ. ഉപേക്ഷിച്ച നന്മ. അങ്ങനെ ഉപേക്ഷിച്ച നന്മയിൽ രണ്ടാമത്തെ നന്മ എന്തറിയോ? നോമ്പ് ഉപേക്ഷിച്ചാൽ, ഹജ്ജ് ഉപേക്ഷിച്ചാൽ. ഒരു പൈസ ഉണ്ടായിട്ടും ഹജ്ജ് പോകാത്തവരുണ്ട്, പൈസ ഉണ്ടായിട്ട് ഉംറ ചെയ്യാത്തവരുണ്ട്. ഇനിയിപ്പോ ഉംറന്റെ സീസണാ. ഉംറ മാഷാ അല്ലാഹ് വലിയൊരു ഗൗരവമുള്ള വിഷയം. ഉംറനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ സമയം എത്രത്തോളം അതിന് അനുവദിക്കൂല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ നിർവാഹമില്ല. എന്തറിയോ? ഉംറ ഇപ്പൊന്നൊരു കച്ചവടാക്കി മാറ്റിയാണ് ചിലർ.
നല്ലോ ഗൗരവത്തിൽ കാണുന്നത്. എങ്ങനെ കച്ചവടാക്കിയെന്ന് അറിയങ്ങള്? അന്യ പെണ്ണ് അന്യ ആണിന്റെ കൂടെ മഹറമില്ല, എന്റെ കൂടെ വേറൊരു പെണ്ണ് എനിക്ക് അറിയുന്നല്ല, ഓൾ എന്റെ മഹറമാണത്ര. അടിസ്ഥാനപരമായി പണ്ഡിതന്മാരതിനെതിരാ. ഇരിക്കട്ടെ, ഹൈറായ നിലക്ക് പോകാലോ, പോകാം. എത്ര നല്ല പുണ്യമുള്ള കാര്യ. പൈസ ഉണ്ടായി ആരോഗ്യം ഉണ്ടായിട്ട് ആൾക്കാർ നാളെ സൗഫ നീളെ അവസാനം കുഴിക്കാണ് പോയി. ആ പോകാൻ നേരത്തെ പറയും പഠിച്ചൊന്നും മടക്കണേ റബ്ബേ, എന്റെ മോൻ വിളിച്ചതാ അവിടുന്ന്, സൗദിയിലാ പോ ജോലി, അത് റിയാദില അല്ലെങ്കിൽ ജിദ്ദയില അല്ലെങ്കിൽ മക്കന്റെ അടുത്ത കവന്റെ അടുത്ത, അങ്ങനൊക്കെ വലിയ ബെഡായി അങ്ങാടി കുത്തിരുന്ന് പറഞ്ഞ കാക്കാമാരുണ്ട്. പോകൂലട്ടോ, പോകൂല. എന്താ പറയാ അറിയോ? കുറച്ച് കടം കൂടി ഉണ്ടാവും വീടട്ടെ എന്നാ. ഞാനേ ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഹുക്കും ചോദിച്ചാൽ ഫത്വ പറയല്ല, അതൊരു മര്യാദയാണ്. കടക്കുണ്ടെങ്കിൽ കൊടുത്ത് വീട്ടിൽ പോവാൻ അല്ലേ? അത് ഉണ്ടായിട്ട് നമുക്ക് പോകുമ്പോൾ മനസ്സിൽ കുത്തുണ്ടാവും. കാരണം കടാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കടണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇബാദത്ത് നമുക്ക് നഷ്ടപ്പെടുത്തലുണ്ടോ? ഇല്ല. ഒരാൾ നിസ്കരിക്കൂല, എന്താ ചോദിച്ചു? എനിക്കറിയാം 10-15,000 രൂപ കടണ്ട്, അതൊക്കെ കൊടുത്ത് വീട്ടിട്ട് നമുക്ക് നിസ്കരിക്കാം എന്നൊരാൾ പറഞ്ഞു. ഞങ്ങൾ എന്താ പറയാ? എനിക്ക് കുറെ കടണ്ട്, അതൊക്കെ വീടട്ടെ എന്നിട്ട് നമുക്ക് നോമ്പൊലിക്കാം എന്നൊരാൾ പറഞ്ഞ എന്താ പറയാ? കുറെ കടണ്ട്, അതുകൊണ്ട് ഇഞ്ചി മുതൽ വൈകുന്നേരം ഞാൻ ഖുർആനൊന്നും ഓതണില്ല, ദിക്റൊന്നും ചൊല്ലണില്ല, റസൂലുള്ളാഹി പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലണില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരാൾ പറഞ്ഞ ഞങ്ങൾ എന്താ പറയാ? അതേ മറുപടി അതിനോട് പറയാം. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ലജ്നയുടെ പണ്ഡിതന്മാരെയോ അഹ്ലുസ് സുന്നത്തിന്റെ പണ്ഡിതന്മാരെയോ സമീപിക്കുക, കിതാബുകൾ സമീപിക്കുക. ഞാൻ ഈ വിഷയത്തിൽ ചോദിച്ചപ്പോൾ ഒരു ശൈഖ് എനിക്ക് പറഞ്ഞ മറുപടി, ഒരിക്കലും ഇബാദത്തിന് കടം തടസ്സല്ല എന്നാണ്. മസ്അലയാണ്, വീക്ഷണ വ്യത്യാസം ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ ഇരിക്കട്ടെ, ഞാൻ എവിടേക്ക് പോകല്ല. ഒക്കെ നിങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ച നന്മകൾ, ആ ഉപേക്ഷിച്ച നന്മകളുടെ കൂട്ടത്തിൽ വലിയൊരു നന്മയാ മനുഷ്യരാശി പറഞ്ഞു പോണ വാക്ക, വലൻ യുഅഖിറല്ലാഹ് റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. മരണത്തിന്റെ മാലാകമാര് പിടികൂടാൻ വന്ന സമയത്ത് മനുഷ്യരാശി പറയാ, റബ്ബേ ഏറ്റവും അടുത്ത സമയത്തേക്ക് എന്നെ നീ പിന്തിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും സദ്വൃത്തരുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യാ. സൂറത്ത് മുനാഫിഖൂന്റെ 10-ാമത്തെ വാചക, റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ പറയാ, പടച്ചവനെ നീ എന്നെ തിരിച്ചേക്കണേ, ഏറ്റവും അടുത്തൊരു സമയത്തേക്ക് തിരിച്ചേക്കണേ. വലിയൊരു സമയം എനിക്ക് തന്നോളണമെന്നില്ല, ഞാൻ കൊടുക്കാതെ മാറ്റിവെച്ച എന്റെ സദഖയില്ലേ, എന്റെ സക്കാത്തില്ലേ, അത് ഞാൻ കൊടുത്തോളാം റബ്ബേ, അത് ഞാൻ കൊടുത്തോളാം റബ്ബേ. മാത്രമല്ല വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടോളാം. ഇപ്പൊ ഞാൻ സ്വാലിഹീങ്ങളല്ല, ഇപ്പൊ ഞാൻ സ്വതക്ക കൊടുത്തിട്ടില്ല, ഇപ്പൊ ഞാൻ നിസ്കരിച്ചിട്ടില്ല, നീ ഇന്നൊന്ന് തിരിച്ചയച്ചാ ഞാൻ നിസ്കരിച്ചോളാം, സ്വതക്ക കൊടുത്തോളാം, സക്കാത്ത് കൊടുത്തോളാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഈ വാദകം? എന്താ ഈ വാദം? ഇത്രയും കാലം ഞാൻ ജീവിച്ചത് നന്മയായതിലൊന്നും ഞാൻ ചെലവഴിച്ചില്ല. ഞാൻ ജീവിച്ചിട്ട് നന്മയിലൊന്നും ചെലവഴിച്ചിട്ടില്ല. ഞാൻ ചെലവഴിച്ചത് മുഴുവൻ ഹറാമിലാണ്. എങ്ങനെ? ഫുട്ബോളിന്റെ മാമാങ്കങ്ങളുടെ വേദികൾക്ക് വേണ്ടി ഞാൻ 1000-10,000 ചെലവഴിച്ചു. മറ്റ് കളികൾക്ക് വേണ്ടി ചെലവഴിച്ചു. നാട്ടിൽ നടക്കുന്ന ഡ്രാമ, നേർച്ചപ്പൂരാഘോഷങ്ങൾ, ശിർക്കിന്റെ ബിദ്അത്തിന്റെ മാമൂലുകൾ, എല്ലാറ്റിനും ഞാൻ ചെലവഴിച്ചു. എല്ലാറ്റിനും. ആര് ചോദിച്ചാലും എഴുതിയാണ് കൊടുക്കുക. ആര് ചോദിച്ചാലും. ചില മലയാളിമാരുണ്ടങ്ങനെ, ഞങ്ങളുടെ നാട്ടിൽ വല്ലപ്പുഴയിലുണ്ട് ഒരു വലിയ ആള്, ഫേമസ് ആയ ആളാ. മൂപ്പര് പരിപാടി എന്താ പറയുക? ഏത് നേർച്ചപ്പൂരത്തിന് ചോദിച്ചാലും മൂപ്പര് കൊടുക്കും. ആ സാഹിബിന്റെ വക 50,000, 5 ലക്ഷം. അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ ചോദിച്ചാൽ 5 പൈസ തരൂല. എന്നാലോ സ്വർഗത്തിലെ വീട് കിട്ടുന്ന പള്ളി നിർമ്മാണത്തിന്, ആ പള്ളി നിർമ്മാണത്തിന് വരെ പടച്ചോനെ ഞാൻ ഒന്നും കൊടുത്തില്ല, പടച്ചവനെ ഞാൻ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ട് ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്സദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, നീ എന്നൊന്ന് തിരിച്ചയക്കണേ നാഥാ, ഞാൻ ആ പള്ളിക്ക് വേണ്ടി ഫണ്ട് കൊടുത്തോളാം നാഥാ, പള്ളി ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സ്ഥലത്തിന് പണം കൊടുത്തോളാം നാഥാ. മൻ ബനാ മസ്ജിദൻ ലില്ലാഹി തആല ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും അല്ലാഹുവിന്റെ ഭവനം, ആ ഒരു ഭവനം ദുനിയാവിൽ നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അവന് വേണ്ടി നാളെ സ്വർഗ്ഗരാജ്യത്തിൽ ഒരു വീടുണ്ടാക്കുമെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലതിനൊന്നും ചെലവഴിക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല, ഹറാമായതിനൊക്കെ ചെലവഴിച്ചു.
ഈ ഹറാമായതിന് ചെലവഴിച്ചു എന്ന് മാത്രമല്ല, അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നിർബന്ധമായി കൊടുക്കേണ്ടുന്ന സക്കാത്തിന്റെ വിഷയത്തിൽ അയാൾ പിന്നാക്കം പോയി. ആ സക്കാത്തിന്റെ വിഷയത്തിൽ പിന്നോക്കം പോയത് അയാൾക്ക് വലിയ നഷ്ടമുണ്ടായി. അയാള് അവസാനം പറയണതറിയില്ല, റബ്ബേ എന്നൊന്ന് മടക്ക്, പടച്ചോനെ എന്നൊന്ന് മടക്ക്, ഞാൻ എന്റെ സക്കാത്തിന്റെ 2.5% കൊടുത്തോളാം റബ്ബേ, ഞാൻ എന്റെ സക്കാത്തിന്റെ 5% കൊടുത്തോളാം റബ്ബേ, 10% കൊടുത്തോളാം റബ്ബേ, എന്റെ ശരീരത്തിൽ ഞാൻ അണിഞ്ഞ ആഭരണത്തിന്റെ സക്കാത്ത് ഞാൻ കൊടുത്തോളാം റബ്ബേ. എന്റെ പുതിയാപ്പിളക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ഇടക്കൊക്കെ എന്നോട് സലാം പറയുമ്പോ ഞാൻ കൈ കൊടുക്കും എന്റെ കൈ മാത്രല്ല കയ്യിലെ തണ്ടയിലെ വളയും ഊരിയിട്ട് അയാൾ പോകാല്. ഇനി അയാൾ കൊടുക്കൂല റബ്ബേ, ഇനി എന്റെ മാർഗത്തിൽ 2.5% ഞാൻ കൊടുത്തോളാം പഠിച്ചോനെ എന്നൊരു പെണ്ണ് പറയും. എപ്പോന്നറിയോ? മരണത്തിന്റെ മാലാക കടന്നു വരുമ്പോൾ സക്കാത്ത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച ആഭരണത്തിന്റെ 2.5% നാഥാ ഞാൻ കൊടുത്തോളാം റബ്ബേ, റബ്ബി റജിഊ, എന്നെ നീ ഒന്ന് ദുനിയാവിലേക്ക് തിരിച്ചയക്കണേ നാഥാ എന്നൊരു പെണ്ണ് വിലപിക്കുന്ന രംഗം എത്ര ആളുകളായി പറയുന്നറിയോ? എത്ര ആളുകളാ സാമ്പത്തിക രംഗത്ത് ഇസ്ലാം നിശ്ചയിച്ച രീതി സ്വീകരിക്കാതെ തോന്നിയതുപോലെ ജീവിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ വാദല്ലേ ഇത്? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നന്മയായതൊന്നും ഞാൻ ചെയ്തില്ല, അതുകൊണ്ട് പടച്ചോനെ നീ ഒന്ന് തിരിച്ചയക്ക്. അപ്പൊ അതിനൊരു മറുപടി കൂടി ഉണ്ടെന്താ? അതിനൊരു മറുവശം കൂടി ഉണ്ടെന്താ? ഞാൻ ഈ ദുനിയാവിൽ 70 കൊല്ലം ജീവിച്ചപ്പോ നന്മ ചെയ്തില്ല, തിന്മ ചെയ്തത്. അതുകൊണ്ട് ഇനി നീ എന്നെ തിരിച്ചയച്ചാൽ ഞാൻ നന്മയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യൂല? ഞാനപ്പൊ എന്ത് ചെയ്യൂല? തിന്മൊന്നും ഞാൻ ചെയ്യൂല. നീ നിസ്കരിക്കാതിരിക്കൂല, നോമ്പൊൽക്കാതിരിക്കൂല, സക്കാത്ത് കൊടുക്കാതിരിക്കൂല, ആരെയും തെറി പറയില്ല, ആരെയും കുറ്റം പറയില്ല, ആരെയും അസഭ്യം പറയില്ല, ആരെയും വൃത്തികേട് പറയില്ല, ഏഷണിയും പരദൂഷണം ഉണ്ടാവൂല, ഒരു ഹറാമും ഉണ്ടാവൂല, അന്യന്റെ മുതല് അന്യായമായി ഞാൻ തിന്നൂല. എന്ത് നന്മ ചെയ്തോളാന്ന് പറഞ്ഞാ തിന്മ ചെയ്യൂല. ഞാൻ നന്മ ചെയ്തോളാം റബ്ബേ, ഇപ്പൊ ഞാൻ നന്മ ചെയ്തിട്ടില്ല, തുറന്നു പറയാ, ഇപ്പൊ ഞാൻ നന്മ ചെയ്തിട്ടില്ല, അതുകൊണ്ട് മലക്കുകളെ നിങ്ങൾ എന്നെ ഒന്ന് തിരിച്ചയക്കണം. എന്നിട്ട് എന്തിനാ? നന്മ ചെയ്യാൻ. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്ത്? തിന്മ ചെയ്ത്. ഞാൻ എന്ത് ചെയ്യൂല? തിന്മ ചെയ്യൂല. അല്ലാഹു അക്ബർ. അപ്പൊ ഞാൻ എന്ത് തിന്മ ചെയ്ത്? ഇപ്പോ അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത, ദീന് പഠിപ്പിച്ചിട്ടില്ലാത്ത തിന്മ. ഈ തിന്മ പറഞ്ഞാൽ എന്റെ മുമ്പിൽ ഇരിക്കണ പലരുടെയും മുഖം മാറും, കേൾക്കണ പലരെയും മുഖം മാറും. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വരെ ഇത് കേൾക്കണവരെ മുഖം മാറും. 5 നേരം നിസ്കരിക്കണ മുസ്ലിം, നോമ്പൊൽക്കണ മുസ്ലിം, ഉംറക്ക് പോയ മുസ്ലിം, ഹജ്ജിന് പോയ മുസ്ലിം, വീടുണ്ടാക്കിയ മുസ്ലിം, മോളെ കെട്ടിച്ച മുസ്ലിം, വിദ്യാഭ്യാസമുള്ള മുസ്ലിം, ഈ മുസ്ലിമിന്റെ ഒക്കെ ജീവിതത്തിൽ ഒരു സാധനമുണ്ട്, ഒഴിവാക്കാനാകാത്ത തിന്മ, ജീവിതത്തിന്റെ ഒരു ഭാഗമായ തിന്മ, നിലനിൽപ്പിന്റെ ഭാഗമായ തിന്മ. നട്ടലുണ്ടാവില്ല എന്ന് പഠിച്ചോ പറഞ്ഞു. ആ സമൂഹത്തിന് നിലനിൽപ്പുണ്ടാവില്ല. പിശാചി വാദ നിമിത്തം മറിഞ്ഞു വീണവനെ പോലെ അല്ലാതെ മറിഞ്ഞു വീഴൂല. മനസ്സിലായോ? വിഷയം മനസ്സിലായോ? അതേ കൂട്ടരെ ഒഴിവാക്കാൻ പറ്റാത്ത തിന്മ പലിശ. പടച്ചോനെ നന്മ ചെയ്തില്ല, ഞാൻ തിന്മ ചെയ്ത് പലിശ, ഇനി ഞാൻ പലിശയിട്ട് പോവില്ല. ഞാൻ ഉപേക്ഷിച്ചു. ഏത് തിന്മ? നന്മയൊക്കെ ഞാൻ ഉപേക്ഷിച്ചില്ലേ, ഇനി എന്ത് ചെയ്തോളാം? നന്മ ചെയ്തോളാം. കൂടെ എന്തുകൂടി ഒഴിവാക്കണോ? തിന്മ ഒഴിവാക്കണോ? അപ്പൊ ഞാൻ പലിശ ഉണ്ടാവില്ല, എന്റെ ജീവിതത്തിൽ ഇനി പലിശ ഉണ്ടാവില്ല. അഥവാ യാദൃശ്യമായിട്ട് പലിശയായിട്ട് ബന്ധപ്പെട്ടില്ലേ, പടച്ചോനെ പുറത്തരണേ. ഈ നിമിഷോ അവിടെ ഈ ഇൽമിന്റെ മജ്ലിസിൽ പടച്ചോനോട് ആത്മാർത്ഥമായി തേടിക്കൊണ്ട്, റബ്ബേ ഏർപ്പെട്ട പലിശയിൽ പടച്ചോനെ നീ എനിക്ക് പുറത്തരണേ, അത് വേഗം കൊടുത്തു വീട്ടാൻ, ആ ബാധ്യത ഒഴിവാക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ. നാളെ ഇനിയൊരു പലിശയ്ക്ക് പോകാതിരിക്കാനുള്ള തൗഫീഖ് പടച്ചോനെ. ഇൽമിന്റെ മജ്ലിസ് ഇതൊരു ബർക്കത്തുള്ള മജ്ലിസാണ്. അല്ലാഹുവിന്റെ മാലാഖമാര് സന്നിഹിതരാണ്. അല്ലാഹുവേ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ പ്രയാസപ്പെടണമെങ്കിൽ അവന്റെ പ്രയാസത്തിന് ദൂരീകരിക്കണേ പഠിച്ചോനെ. ഒരർത്ഥത്തിലും കഴുത്തട മുറിച്ചിട്ടാലും റബ്ബേ, ശിർക്കിലേക്ക് പോകാത്തതുപോലെ, ബിദ്അത്തിലേക്ക് പോകാത്തതുപോലെ, മറ്റ് തമ്മാടിത്തങ്ങളിലേക്ക് പോകാത്തതുപോലെ, നിസ്കരിക്കണം, നോമ്പ് വെക്കണം, സക്കാത്ത് കൊടുക്കണം, ഞങ്ങളെ നീ പലിശ എന്ന് പറയുന്ന വൃത്തികേടിലേക്ക് പറഞ്ഞയക്കല്ലേ നാഥാ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയം. നിങ്ങൾ ആലോചിച്ചു, എത്ര ഉമ്മത്ത് മുസ്ലിമിൽ എത്ര ആൾക്കാരെന്നറിയത്? അള്ളാന്റെ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബാ അദ്ആഫൻ മുളാഅഫതൻ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ വത്തഖുൻ നാറല്ലതീ ഉഇദ്ദത് ലിൽ മുകാഫിരീൻ. സത്യവിശ്വാസികളെ, എന്നെ മുന്നിലിരിക്കുന്ന വിശ്വാസികളെ, ലോകത്ത് ശബ്ദം കേൾക്കുന്ന വിശ്വാസികളെ,
നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി പലിശ തിന്നാതിരിക്കുകയും അല്ലാഹുവെ സൂക്ഷിക്കുകയും ചെയ്യണേ. നിങ്ങൾ വിജയികളായേക്കാം. സത്യനിഷേധികൾക്ക് ഒരുക്കി വെക്കപ്പെട്ട നരകാഗ്നിയെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണേ. സൂറത്ത് ആലു ഇമ്രാൻ 130, 131 വാചകമാ. വിശ്വാസികളോടുള്ളവരെ നിങ്ങൾ പലിശയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ ആ കാലത്ത് പലിശയിട്ട് ബന്ധപ്പെട്ടിരുന്നു. കള്ളുടിച്ചിരുന്നില്ലേ നിരോധിക്കുന്നതിന് മുമ്പ്? അതേപോലെ അവർ ചെയ്തിരുന്നു. പക്ഷേ ഈ ആയത്ത് നമ്മളോട് പറഞ്ഞാൽ അള്ളാഹ് വിളിച്ചു പറയാ, വിശ്വാസികളെ നിങ്ങൾ അതായിട്ട് ബന്ധപ്പെടല്ലേ, നിങ്ങൾ തിന്നല്ലേ, നിങ്ങൾ അതുമായി സഹകരിക്കല്ലേ. എങ്ങനെ എങ്ങനെ തിന്ന തീറ്റിക്ക കാത്തിബഹു വശാഹിദ്, എഴുതി വെക്ക, സാക്ഷി നിൽക്ക. വഖാലഹും സവാ, എല്ലാം ഒരുപോലെ. ആഖിലഹു വമുഖിലഹു വകാതിബഹു വശാഹിദ്, നാലും ഒരുപോലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ നമ്മൾ പറയുന്ന മറുപടി എന്താ? എന്റെ മോളെ കെട്ടിക്കണ്ടേ, പൊരണ്ടാക്കണ്ടേ, ബിസിനസ് ഡെവലപ്പ് ചെയ്യണ്ടേ, വാഹനം വാങ്ങണ്ടേ, കച്ചവടത്തിൽ ഏർപ്പെടണ്ടേ, ഇങ്ങനെ നാട്ടില് ബിസിനസ് ഉണ്ടാകണ്ടേ. ഏത് വരെ നിങ്ങൾ ഒരു അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞത്, അയാളെ കടയില് വലിച്ചിറക്കിയ ഒരു കേബിള്, എന്നിട്ട് അതിന് മുമ്പിൽ ചെറിയ ടി വിയും. തമിഴ്നാട്ടിൽ നിന്ന് ഫ്രീ കിട്ടിയാണത്രേ. അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു ഫ്രീ ഇട്ടലും ടി വി. അവിടെ എങ്ങനെയാ പൊട്ട വെറും അന്തല്ലാത്ത കൗമാണ്. ടി വി എടുത്താലും സിനിമ അടിച്ചു കൊടുത്താലും കോല അങ്ങോട്ട് ഇതായിക്കോളും. പണ്ടത്തെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? ഇരിക്കട്ടെ, അങ്ങനെ ടി വി മൂപ്പരായിട്ട് വെച്ചിട്ട് 24 മണിക്കൂർ അതിൽ ഇങ്ങനെ ചാനൽ മാറിയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താ നിങ്ങൾക്ക് പറയില്ലേ? നിസ്കരിക്കണ ആളല്ലേ നിങ്ങൾ, നോമ്പ് വിൽക്കണ ആളല്ലേ നിങ്ങൾ, സക്കാത്തിന്റെ 2% കൊടുക്കണം നിങ്ങൾ, ഈ ഹറാം എങ്ങനെ നിങ്ങൾ അനുവദിക്കാം എന്ന് ചോദിച്ചു. മൂപ്പര് പറഞ്ഞു, ബിസിനസിന്റെ ആവശ്യാർത്ഥമാണ്. ബിസിനസ് നടക്കാനേ ഹറാമായ സിനിമ അടച്ചെടുത്ത് എന്നിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വന്നുത്തിരിക്കും. ഒരു കുറച്ചേരം കാണും, സാധനം വാങ്ങിപ്പോവും, 2 ബീഡി വാങ്ങും, ബീഡി വാങ്ങുമ്പോൾ തീപ്പെട്ടി വാങ്ങും, തീപ്പെട്ടി വാങ്ങുമ്പോൾ അപ്പോഴാ ഓള് പറഞ്ഞ പഞ്ചാരന്റെ ഓർമ്മ വന്ന്, അപ്പൊ പഞ്ചാര വാങ്ങും, അപ്പൊ ചായപ്പൊടി ഉണ്ടാവില്ല, അത് ഓർമ്മ വരും. അപ്പൊ ഓന് പലതും ഓർമ്മ വരും. കച്ചവടം ഡെവലപ്പ് ചെയ്യാൻ സിനിമ, ചിലയിടത്ത് കച്ചവടം ഡെവലപ്പ് ചെയ്യാൻ വനിതാ ഗൃഹലക്ഷ്മി മാസികളാ, മുഴുവൻ ചിത്രങ്ങളാ. ഇന്ന് എല്ലാവരും ചിത്ര. ഏതുവരെ അറിയാം? നമ്മളെ മാസികയിൽ ഇവരെ ചിത്ര, ആവശ്യമില്ലാത്ത ചിത്രം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഴ ഒരു അനുഗ്രഹമാണ്. പടച്ച റബ്ബേ, അതിന്റെ ബർക്കത്ത് ഞങ്ങൾക്ക് നീ ചൊരിയണേ എന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇങ്ങനെ ഏത് വിഷയത്തിലും ഹറാമ് ജീവിതത്തിൽ കലരുക. ആ കൂട്ടത്തിൽ ഒന്നത് ആ കച്ചവടത്തിൽ ഓരോ സാധനത്തിലും ഓരോ പെട്ടി, ഓരോ മിഠായി കടലാസിന്റെ ഉള്ളിൽ വരെ പലിശന്റെ അംശം. അതിൽ നിന്നുള്ള ബിസിനസ്, ഹറാമെന്നുള്ള ബിസിനസ്, ഹറാമായ ബിസിനസ്. ആ ഹറാമായ ബിസിനസ് കൊണ്ട് ഉണ്ടാക്കിയ വാഹനത്തിലാണ് മോന്റെ സഞ്ചാരം, മോളെ സഞ്ചാരം, ഓന്റെ സഞ്ചാരം. പോരാ അല്ലേ? ഇതുവരെ കുട്ടിന്റെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിൽ വരെ ആ ഹറാമിന്റെ അംശം. പടച്ചോനെ ഇനി അത് ഒഴിവാക്കിക്കോളാ. ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നോക്കി ഒരൊറ്റ വാക്കും കൂടി പഠിച്ചിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കെന്താ? അർരിബാ 73 ബാബാ. പലിശക്ക് 73 കവാടങ്ങളുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം 73 കവാടങ്ങൾ. ഐസറുഹ, ആ കവാടത്തിലെ ഏറ്റവും ചെറിയ കവാടം ഏതാണല്ലേ? മിസ്ല അയ്യൻകിഹർ റജുലു ഉമ്മഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തന്റെ മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണെന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെറ്റുമ്മയുമായി പോറ്റുമ്മയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണത്രേ. മോളെ കെട്ടിക്കാൻ പലിശ ഇടപണം വേണ്ട, ഹറാമായ മുതൽ വേണ്ട, വീടുണ്ടാക്കാൻ ലോണ് വേണ്ട, വാഹനം വാങ്ങാൻ ലോണ് വേണ്ട, കൃഷിക്ക് ലോണ് വേണ്ട, വീടിന്റെ നിർമ്മാണത്തിന് ലോണ് വേണ്ട, വ്യവസായത്തിന്റെ പുരോഗമനത്തിന് ലോണ് വേണ്ട, ഏതേത് കാര്യങ്ങൾക്കും ഹറാമായ ലോണ് വേണ്ട. എന്തുകൊണ്ടെന്നല്ലേ? സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമാനമാണെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയി. അതുകൊണ്ട് പഠിച്ചവനെ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്തു പോയ തിന്മകളാ, അതുകൊണ്ട് ഉപേക്ഷിച്ച നന്മകൾ അനുഷ്ഠിക്കുന്നതിലേക്ക് എന്നെ നീയൊന്ന് തിരിച്ചേക്കണേ നാഥാ, എന്നെ നീയൊന്ന് തിരിച്ചേക്കണേ നാഥാ. നിങ്ങൾ ആലോചിച്ചോക്കി, അള്ളാഹുവിനോട് പറയാ, പഠിച്ചോനെ തിരിച്ചേക്കണേ. ഇവിടെ മനുഷ്യരാശി പറഞ്ഞു പോണ കുറെ വിലാപങ്ങളുണ്ട്. മരിക്കണ നേരത്ത് മനുഷ്യന്റെ അവസ്ഥക്കനുസരിച്ച് എന്തൊക്കെയോ പറയും. ആ കൂട്ടത്തിൽ ചിലപ്പോ അവനാന്റെ ഭാര്യനോട് മോശമായി പെരുമാറിയത് പറയില്ലേ, അവനെന്റെ മക്കളെ തല്ലിയത് പറയില്ലേ. നിങ്ങൾ ആലോചിച്ചോക്കി, 4 വയസ്സുള്ള കുട്ടിനെയാണ് കാമുകൻ ക്രൂരമായി പീഡിപ്പിച്ചത്. എന്നിട്ട് അതിന് ഉമ്മ സാക്ഷി. സ്വന്തം മകളെ
ലൈംഗിക ചേഷ്ടക്ക് ഉപയോഗിച്ച പിതാവ് അയാളും പറയില്ലേ പഠിച്ചോനെ അമലു സ്വാലിഹൻ ഫീമാ തറക്തു അല്ലേ? ജീവിതത്തിൽ നന്മ ചെയ്യാത്തവനൊക്കെ പറയില്ലേ ഈ വാക്ക്? അതെ. ഏത് വരുന്ന നിങ്ങള് അവനാന്റെ അമ്മാനോടും വാപ്പാനോടും തോന്നിയതുപോലെ പെരുമാറിയ ആള് പറയില്ലേ? അവരെ നോക്കാത്തോ പറയില്ലേ? അവരെ പരിഗണിക്കാത്തോ പറയില്ലേ? അവരോട് ചീത്ത പറഞ്ഞോ പറയില്ലേ? ഭാര്യയുടെ മക്കളുടെ താല്പര്യത്തിന് വേണ്ടി മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്തോ പറയില്ലേ? എന്ത് മാനിമാപ്പാനെ നോക്കല് പുണ്യ. അല്ലാഹനല്ലാതെ ആരാധിക്കരുതെന്ന് പറഞ്ഞിട്ട് പഠിച്ചോ പറയാണെന്ത്? മാതാപിതാക്കളോട് നന്മ ചെയ്യണോ? വൻ പാപാണ്, വൻ പാപം. നിങ്ങൾ ആലോചിച്ച് എത്ര ഗൗരവ. 3 തവണ പറഞ്ഞ അമ്മ അമ്മ അമ്മ. നമ്മൾ മറക്കും. അതുകൊണ്ട് പഠിച്ചു ഉറപ്പിച്ചു ക്ഷീണത്തിന് മേൽ ക്ഷീണായിട്ട് അമ്മ പ്രകടിപ്പിച്ചു വന്നത്. എന്നിട്ട് പ്രസവിച്ചു, മുല കൊടുത്തു 2 കൊല്ലക്കാലം. അമ്മക്ക് നന്ദി, അള്ളാഹ്ക്ക് നന്ദി. അള്ള തന്ന നിങ്ങളെ പ്രസവിപ്പിക്കാൻ കാരണമായി അമ്മക്കും ബാപ്പാക്കും. മനോടുപ്പാനോട് നല്ലൽക്ക് പെരുമാറാത്തോ പറയുന്നത് പഠിച്ചോനെ ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ള നന്മ, നിസ്കരിച്ചിക്കണ്, നോമ്പ് വെച്ചിക്കണ്, സകാത്ത് കൊടുത്തിക്കണ്, ഹജ്ജ് ചെയ്തിക്കണ്, പക്ഷെ എന്റെ അമ്മയും ബാപ്പയും ഖുറാഫിയ, എന്റെ അമ്മയും ബാപ്പയും ബിദ്അത്ത് ചെയ്യണോരാ. എന്റെ അമ്മാക്കും ബാപ്പാക്കും ഹറാമായ പ്രവൃത്തികളുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കൂല, വേണമെങ്കിൽ ആരാച്ച നോക്കിക്കോട്ടെ എന്ന് പറയുന്ന ആളുകളും പറഞ്ഞു പോകും. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. നമ്മളെ മുവഹിദീങ്ങൾക്ക് ചില ശൈലി ഉണ്ടെന്നറിയോ? അത് നന്നാവില്ല, അമ്മയും ബാപ്പയും പാച്ച ഖുറാഫെ, ഞാൻ തിരിഞ്ഞു നോക്കല, ഞാനാണ് ഒഴിവാക്കിക്ക, ചെറിയന്റെ കുടിയിലുണ്ട്, ഞാൻ നോക്കലെന്നല്ല. മരിക്കുമ്പോൾ പറയേണ്ടി വരും, എന്താ അറിയോ? പഠിച്ചോനെ ഒന്ന് തിരിച്ചേക്കണേ, എന്റെ അമ്മാനെയും ബാപ്പനെ നോക്കിയിട്ട് ഞാൻ വരാ. നമ്മളെ ന്യായം എന്താ? ഒരു ഖുറാഫിയ, നമ്മള് മുവഹിദീങ്ങള്. അപ്പൊ മുവഹിദീങ്ങൾക്ക് അമ്മയും ബാപ്പയും വേണ്ട, ഏത് ഖുറാഫിയായാലും. നോക്കണേ നിങ്ങള്, അസ്മാ റളിയല്ലാഹു തആല അൻഹ, അബൂബക്കർ തന്റെ മോള്, ആയിഷ ബീവിന്റെ സഹോദരി. അമ്മ വേറെ, അമ്മ മുസ്ലിം ആയിട്ടില്ല. എന്നിട്ട് അള്ളാന്റെ ദൂതനെടുത്ത് വന്നിട്ട് പറയാ, എന്റെ അമ്മ എന്റെ അടുത്തേക്ക് വന്നിക്കണ് ആവശ്യമായിട്ട്, റസൂലേ ഖദിമത്തു അലയ്യ ഉമ്മി എന്ന് പറഞ്ഞൊരു ലഫ്സാണ്. അതുകൊണ്ട് ഞാൻ എന്റെ അമ്മാനോടുള്ള ബന്ധം നന്നാക്കട്ടെ എന്നാ റസൂൽ പറഞ്ഞിടത്ത് എന്തറിയോ? സുലി ഉമ്മക്കി, നന്നാക്കിക്കോ. മുശ്രിക്കായ അമ്മാനോട് ബന്ധം നന്നാക്കിക്കോ. ഉമ്മ പച്ച മുശ്രിക്ക, വാപ്പ പച്ച മുശ്രിക്ക, ബന്ധം നന്നാക്കണോ? നമ്മളെന്താ പറയല്? ഖുറാഫെ ഞാൻ തിരിഞ്ഞു നോക്കലില്ല. മറുപടി പറയുന്ന ഒരു പഠിച്ചവനോട്, ഒരിക്കലില്ലടാ, ജിമ്മാനി ബാപ്പ നോക്കത്തില്ല, എന്റെ അടുത്തേക്ക് ബാപ്പ ശരിയാക്കി തരാം. അതുകൊണ്ട് മുവഹിദീങ്ങളെ നമ്മളെ അമ്മയും ബാപ്പയും ജീവിക്കേണ്ട നമ്മളെ കൂടെയാ, ചെറിയവന്റെ കൂടിയും വലിയവന്റെ കൂടെ ഒന്നല്ല, നമ്മളെ കൂടെ ജീവിക്കണം അമ്മയും ബാപ്പയും. നമ്മൾ ശ്രദ്ധിക്കണത്. നമ്മുടെ നാട്ടിലൊരു അന്ധവിശ്വാസം കൂടി എന്താ അറിയോ? മക്കളോടൊപ്പം താമസിക്കണം അമ്മയും ബാപ്പയും. ആരോടൊപ്പം താമസിപ്പിക്കേണ്ടത്? നമ്മളെ നാട്ടു നടപ്പനുസരിച്ച്. ഇസ്ലാമിന്റെ അല്ലേ, ആയത്തല്ലേ, ഹദീസല്ലേ, സ്വന്തം നാട്ടുനടപ്പ്. നമ്മളെല്ലാറ്റിനും നാട്ടുനടപ്പിനെതിരാ. ഈ വിഷയത്തിൽ നമ്മൾ നാട്ടുനടപ്പിന്റെ കൂടെ. ആര്? മുജാഹിദീങ്ങളും. തുറന്നു പറയാ, മുവഹിദീങ്ങളും. എവിടെ നമ്മളെ അമ്മയും ബാപ്പയും താമസിക്കണേ? ചെറിയവന്റെ പരിയില്. എന്താണോ വലിയവരെ നിങ്ങൾക്ക് നിങ്ങളെ പരിയിൽ താമസിപ്പിക്കൂല? അമ്മയും ബാപ്പയും ചെറിയവന്റെ പുരയിലാണ് താമസിക്കേണ്ടത്. ദീനുൽ ഇസ്ലാമിൽ എവിടെ തെളിവ്? ആയത്തെവിടെ? ഹദീസ് എവിടെ? ആയത്തെവിടെ? ഹദീസ് എവിടെ? അവനാന്റെ അമ്മയും ബാപ്പയും ചെറിയ മക്കളെ കൂടെ താമസിക്കേണ്ടത് ആയത്തെവിടെ? ഹദീസ് എവിടെ? നമ്മളെ നാട്ടടപ്പ് എല്ലാരും അങ്ങനെയല്ലേ, അപ്പൊ നമ്മളും അങ്ങനെ. ജി മുജാഹിദ് തന്നെയല്ലേ? അതെ. അവിടെ ഒന്നും നാട്ടടപ്പില്ലല്ലോ. ഇല്ല, ഇവിടെ മാത്രമേ നാട്ടടപ്പ്. ഇങ്ങോട്ട് കേറിയിട്ടില്ല, സാധനം ഇങ്ങോട്ട് കേറിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയാം, എന്നെ കൊണ്ടുപോവാ നമ്മളെ അമ്മാനി ബാപ്പനെ നമ്മളെ വരിക്കും ആക്കാണ്ട് പറയാ, കുറച്ച് ദിവസം എന്റെ പരിയിൽ നിന്നോട്ടെ, ഇവിടെ നിന്നോട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ, എന്നാലും നമ്മളെ അമ്മാനെ നമുക്ക് എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റും. അമ്മ ഖുറാഫി ആണെങ്കിൽ നല്ല പറഞ്ഞെടുത്തൂടെ, എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാത്ത ആളുകൾ പറഞ്ഞു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവരൊക്കെ പറയണ വാക്കാന്നല്ലേ, അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് കൂടി പറയാം. ഇങ്ങനെ പോയാൽ ഏതൊക്കെ പുണ്യങ്ങൾ ചെയ്യാത്തുണ്ടോ അതൊക്കെ ചെയ്യാത്തോ പറയും, ഒന്ന് തിരിച്ചേക്കണേ. നമ്മളും പറയില്ലേ ഒരു പക്ഷെ മുവഹിദീങ്ങളെ, നമ്മളും പറയില്ലേ നമ്മൾ ചെയ്യാത്തൊരു നന്മയിലേക്ക് തിരിച്ചേക്കണേ. പഠിച്ചോനെ റബ്ബേ, ആ ദിക്ർ, വൈകുന്നേരത്തെ ദിക്ർ മുജാഹിദാ ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞ ആൾക്കാരോടൊക്കെ പഠിച്ചവനോട് മാത്രമേ പ്രാർത്ഥനയുള്ളൂ, പഠിച്ചവനോട് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. അല്ലാഹ് അല്ലാത്തൊരു പ്രാർത്ഥിക്കരുത്. എന്താ വഹാബികളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ നമ്മൾ ആയത്തെ ഹദീസൊക്കെ ഓതി കൊടുത്തു അല്ലേ? നിസ്കാരം കഴിഞ്ഞോ? അല്ലാത്ത സമയോ നമുക്ക് പ്രാർത്ഥന, നമുക്ക് പ്രാർത്ഥന. അത് കള്ള ദിക്ർ. ലാ ഐന ഇല്ലല്ലാഹ് അൻത
അൻതല്ലാദി അല്ലംതനാ ലാ ബതനാ ഇല്ലല്ലാഹ്. പാട്ടത്തരാണ്. എന്തൊരു വീരാന വലിയ പാപ്പാന്റെ എന്ത് പൊട്ടത്തര ദിക്റത്. ഇങ്ങനെ ഒരു ദിക്റൊന്നുമില്ല, ഇത് ബിദ്അത്താണ് ഇന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ സുന്നത്തായ ദിക്റുണ്ടോ? സുന്നത്തായ ദിക്റില്ല, ദിക്റില്ല. അത് കള്ള സ്വലാത്ത്. 200 കൊല്ലം മുമ്പ് ഇബ്രാഹിമുൻ നാസി എന്ന് പറഞ്ഞ ആളുണ്ടാക്കി, പിന്നെ നാരിയായതാ. അങ്ങനെ നാരിയ സ്വലാത്തായത് അടിസ്ഥാനപരമായി ബിദ്അത്താണ്. രണ്ടാമത്തത് കേരളത്തിൽ റസൂല് കാണും, കേൾക്കും, അറിയും എന്ന് വിശ്വസിച്ചിട്ടായതുകൊണ്ട് അത് ശിർക്കുമായി എന്ന് നമ്മൾ പറയും അല്ലേ? ശരിക്കും സ്വലാത്ത് ഉണ്ടോ? ശരിക്കും സ്വലാത്ത് ഹീന യുസ്ബിഹു അശ്റ വഹീന യുംസി അശ്റ. രാവിലെ 10 സ്വലാത്ത്, വൈകുന്നേരത്തെ 10 സ്വലാത്ത് നമുക്കുണ്ടോ? ഇത് ചെല്ലാത്തവനും പറയും പഠിച്ചവനും ഒന്ന് തിരിച്ചേക്കണേ അതാ ഞാൻ ആ പുണ്യം ചെയ്തിട്ട് തിരിച്ചു വരല്ലേ. ഇതെല്ലാരും പറഞ്ഞ വാക്കാ അല്ലേ? എല്ലാവർക്കും പറയാലോ ഈ വാക്ക്. നന്മ ചെയ്യാത്തവനൊക്കെ പറഞ്ഞ വാക്ക. അതുകൊണ്ട് നന്മ ചെയ്യാത്തവരൊക്കെ പറയണ ഈ വാക്കില് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അവനാന്റെ നാവ് ശരിക്കും ഉപയോഗിക്കാത്തവനും പറയണ വാക്ക അവന്റെ നാവുണ്ട്. എന്തറിയില്ല, ഞാൻ ഉപേക്ഷ വരുത്തിയ കർമ്മം. എന്താ എന്റെ നാവിനെന്തേ പറ്റി? അള്ളാന്റെ റസൂല് പറഞ്ഞെന്ന ആ ശ്രദ്ധ ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തേ ശ്രദ്ധിക്കാൻ അറിയും? എന്റെ നാവിനെന്തേ പറ്റി? എന്റെ നാവിനെ പറ്റിയത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത്, റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ പറഞ്ഞു. അല്ലാഹു റസൂൽ പഠിപ്പിച്ചതാ, അമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മുത്തഫഖുൻ അലൈഹി. സംസാരിക്കുന്ന ആശയം അല്ലെങ്കിൽ സംസാരിക്കുന്ന വിഷയം അത് റബ്ബുൽ ഇസ്സത്തിന്റെ കോപത്തിന് വിധേയമാണോ അതോ ഇഷ്ടത്തിന് വിധേയമാണോ എന്ന് നോക്കേണ്ടതില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയാ, ചില അടിമകൾ പറഞ്ഞു പോണ വാക്കിനെ പറ്റി പറയാ, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മാ യതബയ്യനു ഫിഹാ ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹി തആല മാ യുൽഖി ലഹാ ബാലൻ യുർഫഉഹു അല്ലാഹു ബിഹാ ദറജാതിൻ വ ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ സുഖ്തില്ലാഹി തആല لا يلقي لها بالا يهوي بها جهنم صلى الله عليه وسلم. അള്ളാന്റെ തിരുദൂതര് പറയാ, ഒരാള് കാര്യമായെന്നും ആലോചിക്കാതെ അള്ളാഹുവിന് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ വർത്തമാനം പറയും, അതുമൂലം അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുന്നതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരാളോ അള്ളാഹുവിന് കാര്യമായി അയാൾ പറയുന്ന വിഷയത്തിൽ ആശയം ശ്രദ്ധിക്കാതെ അള്ളാഹുവിന് കോപമുള്ളൊരു വർത്തമാനം പറയും, അയാൾ അതുമൂലം നരകത്തിൽ വീഴുകയും ചെയ്യുന്നു എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞു പോണ വാക്കിൽ നരകത്ത് പോണതുണ്ടാവും, സ്വർഗത്ത് പോണതുണ്ടാവും. അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ പറയണ വാക്ക് ഏതാ നല്ല ശ്രദ്ധിക്കണം. ഞാൻ എന്റെ വക കുറക്കാനും അള്ളാന്റെ വക കൂട്ടാനും വേണ്ടി ഒരു ആയത്തും കൂടി പറഞ്ഞുതരാം. സൂറത്ത് നൂർ 24-ാം അധ്യായവും 19-ാമത്തെ വാചകം. എന്തേ അള്ളാഹ് പറഞ്ഞറിയോ? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിഅൽ ഫാഹിശതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. തീർച്ചയായും സത്യവിശ്വാസികൾക്കിടയിൽ ദുഷ്വൃത്തി പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാരോ അവർക്കാണ് ഇഹത്തിലും പരത്തിലും വേദനയേറിയ ശിക്ഷയുള്ളത്. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യന്റെ സംസാരശേഷി അള്ളാഹുവിന്റെ പ്രീതിക്ക് ഇഷ്ടപ്പെടുന്ന വിധം വിനിയോഗിക്കേണ്ടതാ. റബ്ബിനെ പറ്റി റബ്ബിന് തൃപ്തിപ്പെടാതെ, അള്ളാഹുവിന് ഇഷ്ടപ്പെടാതെ അന്യരെ പറ്റി കുറ്റം പറയുന്ന രീതിയിൽ ഉപയോഗിക്കരുത്. വൈബത്തും പരദൂഷണവും കുറ്റാരോപണം നടത്തുന്ന വലിപ്പമായി കാണുന്നവരുണ്ട്. ചില ആളുകളുടെ പ്രത്യേക സ്വഭാവ പരലോക ജീവിതത്തിൽ അങ്ങേയറ്റത്തെ നികൃഷ്ട ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന പാപങ്ങളാ. ഏതുവരെ എന്നറിയോ? ആരാന്റെ കുറ്റം ചൂണ്ടിയിട്ട് ഏതുവരെ പറഞ്ഞെന്നറിയോ? ചില ആളുകൾ അപവാദ പ്രചരണം നടത്തിപ്പോയി, ചില പണ്ഡിതന്മാരെ പറ്റി നടത്തിപ്പോയി, അവിടെ അങ്ങോട്ട് മുഴുവൻ ദായിമാരെ പറ്റിയും നടത്തിപ്പോയി. ഏതുവരെ എന്ന് പറഞ്ഞെന്നറിയോ? അവരൊക്കെ ശിർക്കിലേക്ക് പോയിട്ടുണ്ടെന്ന് വരെ പറഞ്ഞുപോയി. അവരാലോചിക്കേണ്ട വിഷയ സത്യവിശ്വാസികളെ പറ്റി മോശമായത് പറഞ്ഞു പോകരുതേ. ഈ പറഞ്ഞ ആളുകളുടെ ദുരന്തം എന്താന്ന്? ഇന്നെന്താ അവരെ ദുരന്തോ? നിങ്ങൾ ആലോചിച്ചൊക്കെ അങ്ങോട്ട് പ്രചരിപ്പിക്കുന്നേ ഏതുവരെ അറിയോ? നമ്മളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ തൂണ്ടി വെക്കാണ്.
തൗഹീദുണ്ടോ തോണ്ടി നോക്കിയിട്ട് മാന്തിട്ട് പറയാം ഇല്ലടാ എന്റേതായിട്ടില്ല, അതുകൊണ്ട് ഇതാ ഞങ്ങളെ ബാനർ പിടിച്ച തൗഹീദ് വിശുദ്ധിക്ക് ഒരൊറ്റ സീലാ നെഞ്ചത്ത് മുശ്രിക്കാ. എന്നിട്ട് പോയി അവസാനം എവിടെ എത്തിയോ? ഞാൻ സാധാരണ പറയലുണ്ട്, കേരളത്തിൽ സമസ്തക്കാർക്ക് പഴിച്ചത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പഴിച്ചതും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, കേരളത്തില് 2002 പിരിഞ്ഞുപോയ മടവൂരികൾക്ക് പഴിച്ചതും തൗഹീദിന്റെ വിഷയത്തിലാണ്, 2012 പൊളിച്ചടുക്കി പോയവർക്കും പഴിച്ചത് തൗഹീദിലാണ്. ഇയ്യാക നസ്തഈനിൽ ശിർക്കാരോപിച്ച് ശിർക്ക് കടത്തി. എന്താ ദുരന്തം ഞങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളോട് പറയുന്നത് മുശ്രിക്കാണ്, നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ട്, നമുക്കില്ലാത്ത വാദം നമ്മളെ മേത്ത് വെച്ചിട്ട് നാവോണ്ടായി പറയണം. പടച്ചോൻ കൊണ്ടുവരും. നല്ല ആലോചിച്ചോളി ഈ വിഷയം. നാവിനെ സൂക്ഷിക്കണം. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, പരദൂഷണം. ഏഷണി പറയുന്നു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല അല്ലേ? ഏഷണിക്കാരൻ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഓരോരുത്തർ. അതിന് വലിയ താടിയും കോലുള്ള ആൾക്കാർ കൂടിയാണെങ്കിലോ പറയും വേണ്ട, വലിയ ആലിമാന്നാ പറയുന്നത്. ആലിമോ ആണോ വാലിമോ ആണോ എന്റെ ഭാഷയിൽ പറഞ്ഞ ഇൽമ ഉണ്ടാകാവോ ദുൽമ ഉണ്ടാകാൻ പാടില്ല. ഇൽമോ ദുൽമ കൂടി ഒരാൾക്ക് ഉണ്ടായാലോ മൂപ്പര പേരാണ് പത്തപ്പരിയ സഭാത്തിൽ പങ്കെടുത്ത ആള്. എന്റെ സ്വന്തം മകൻ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇൽമോ ദുൽമും കൂടി ഒരാൾക്ക് കേരളത്തിലുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുക രണ്ടാളെ ഫോട്ടോ. ഒന്ന് മുടിക്കച്ചവടക്കാരൻ പൊടിക്കച്ചവടക്കാരനും റസൂലുള്ളാഹിന്റെ തിരുകാഷ്ടം കിട്ടും നോക്കിയെടുക്കപ്പോ മുടിയും പൊടിയൊക്കെ പോയി. ഇപ്പൊ തിരുകാഷ്ടത്തിനാ കിട്ടാല്ലാത്തതിനാ മൂപ്പർക്ക് പൂതി. അങ്ങനെ അവസാനം ഒരുത്തനായിന്ന് ചാടി നീണ്ടു വലിഞ്ഞ ഒരാള് നൗഷാദ് അഹ്സനി ഇപ്പൊ ചാടി ഇക്കെ ഗ്രൂപ്പ് എത്തി. അപ്പൊ ഫേസ്ബുക്കിൽ എഴുതി ചട്ടിന്ന് അടുപ്പിലേക്ക് ഹക്കാണ് പറഞ്ഞത്, ചട്ടിന്ന് ചാടി അടുപ്പിലേക്കാ. അതിലും വലിയ എടുത്ത്. കാരണം ഏപ്പിക്കാര് വരെ പറയാത്ത വാദ ഈക്കാര് പറഞ്ഞത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് യാ ശൈഖ് മുഹീദ്ദീൻ എന്ന് വിളിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത്ര വലിയ പഴച്ച വാദം പറഞ്ഞ കൂട്ടര ചട്ടിന്ന് അടുപ്പിലേക്ക് ചാടി. ഭയങ്കര രസാപ്പോ എല്ലായിടത്തും ഈ ഫിത്നയും ഫസാദും. എന്നിട്ട് രണ്ടാള് വെച്ചിക്കാണ്, കാന്തപുരത്തിന്റെ ഫോട്ടോ അപ്പുറത്ത് ശൈഖുന പത്തപ്പരിയ മുഹദ്ദിസിന്റെ ഫോട്ടോ, രണ്ടും കൂടി എടുത്തു വെച്ചു. ഇതൊന്നും പറയണില്ല എന്ന് ഞാൻ ഈ വിഷയത്തിൽ വിചാരിച്ചിരുന്നു, പക്ഷെ പറയിപ്പിച്ചാണ്. പലയിടത്തും അത് പറയിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു എന്തൊരു ഗൗരവമുള്ള വിഷയം. എന്നിട്ട് പച്ച ദുർവ്യാഖ്യാനം, നുണയും. ഒരു മനുഷ്യനോടുള്ള അസൂയ, ഒരു മനുഷ്യന്റെ ഇൽമിനോടുള്ള അസൂയ അല്ലേ, ഒരു കൂട്ടരുടെ ഇൽമിനോടുള്ള അസൂയ, തന്റെ ഉൽമ ഇവിടെ നടക്കൂല എന്ന് ബോധ്യമായപ്പോഴുള്ള പ്രശ്നം. അതല്ല ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കി എല്ലാം തന്നെ. എന്നിട്ട് അതിന്റെ കൂടെ കുറെ ടീം, എല്ലാരും പറഞ്ഞത് അല്ലാന്റെ മുമ്പിലുണ്ട്, പ്രചരിപ്പിച്ചു അല്ലാന്റെ മുമ്പിലുണ്ട്. കൊണ്ടുവരും റബ്ബ്, നാളെ കൊണ്ടുവരും. അതിന് പരലോകപ്പൊടി ഉണ്ടെങ്കിലല്ലേ ഇത് പറഞ്ഞിട്ടൊരു കാന്തപുരത്തിനൊട്ട് പരലോകപ്പൊടി ഉണ്ടോ കൂട്ടര്? പണ്ടൊക്കെ നമ്മള് പറയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ കബറ് കണ്ട കരയും. നമ്മളിൽ നിന്നിനാ കബറ് കണ്ട കരണ്? കുട്ടിന്റെ രോഗം മാറാൻ. ഗൾഫ് പോയ കുട്ടി എവിടെയെന്നറിയില്ല, ഓന്റെ തനാസിൽ മിസ്സായിക്കണം, ഓനെ ആളെ തന്നെ കാണാനില്ല, ഓന്റെ കഫീൽ പ്രശ്നമാണ്, ഓന് നന്നാകാം. എവിടെ? പുത്തമ്പള്ളിയിൽ അല്ലേ? ഇവിടെ പുത്തമ്പള്ളിത്തെ ചാർത്തൊക്കെ ചെന്ന് കരയും. നമ്മള് കരയിന്ന് പോയിനാ. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് രസം തരങ്ങള് ഈ അവസ്ഥ, കബറ് കണ്ട കരയെന്നുള്ള അവസ്ഥ മാറി. ഇപ്പൊ പരലോകം പറഞ്ഞാലും കുഴപ്പമില്ല, കബറ് പറഞ്ഞാലും കുഴപ്പമില്ല, മരണം പറഞ്ഞാലും ആർക്കും കുഴപ്പമില്ല. കാരണം മൂപ്പർക്കറിയാം 500 റുപ്യന്റെ നോട്ടിന്റെ കുഴപ്പമുള്ളൂ. ഒരു 500 റുപ്യന്റെ നോട്ട് ഇങ്ങനെ പേഴ്സ് നിർത്തിട്ട് മക്കൾക്കാണ് കൊടുക്കുക. മക്കൾക്ക് കൊടുത്ത 500 റുപ്യ. എന്നിട്ട് 500 റുപ്യ മക്കൾക്ക് കൊടുത്തിട്ട് മക്കളെ നിങ്ങൾ കയ്യിൽ വെച്ചോളൂ, ആവശ്യം വരും ഇപ്പം മരിച്ചാൽ. എന്താ അറിയോ? ഉസ്താദ് വരും എന്റെ കബറിന്റെ അടുത്ത് ഉസ്താദ് വരും. നിങ്ങളൊക്കെ സുന്നത്തായ തസ്ബീഹ് നിങ്ങൾ പോലെ, അപ്പൊ ഉസ്താദ് ഒരു ബിദ്അത്തായിട്ട് വരും. മൂപ്പരെ കയ്യിൽ 500 കൊടുത്താൽ മതി. മൂപ്പര് എനിക്ക് ചോദ്യം പറഞ്ഞൊരു ഉത്തരം പറഞ്ഞു എന്നൊക്കെ മൂപ്പര് പറഞ്ഞുതരും. മൂപ്പര് അതിന്റെ ഉത്തരം പറഞ്ഞു. ചോദ്യം ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ കൂട്ടർ നിസ്കരിച്ചത്? പിന്നെന്തിനാ നോമ്പ് വെക്കണത്? പിന്നെന്തിനാ പഠിച്ചോ പറഞ്ഞേക്കണത്? എന്തിനാ? ഒരു പേടിയില്ല. ചോദ്യവും മൂപ്പര് പറഞ്ഞു കൊടുക്കും, ഉത്തരം മൂപ്പര് പറയും. മലക്കള് പൊട്ടന്മാര് പോലും മേപ്പോട്ട് നോക്കിക്ക. ത്വരീഖത്തിന്റെ സിൽസില കൂടി ഉണ്ടെങ്കിലോ, മുഹീദ്ദീൻ ശൈഖിന്റെ ത്വരീഖത്താണെങ്കിലോ, എന്റെ മുരീദുകൾ എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവാർ. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ ഇപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവാർ. ഇതിന്റെ അവസാനം ഓവർ എന്നുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായത് കുറച്ച് ഓവറാണ്. അതെ, നമ്മളത് ഒഴിവാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കി. സിൽസിലന്റെ ത്വരീഖത്തുണ്ടെങ്കിൽ, ത്വരീഖത്തിന്റെ സിൽസില ഉണ്ടെങ്കിൽ ഓനും നരകത്തിന് ശേഷം പിന്നെ എന്തിനാ കൂട്ടരെ പരലോകോ? പിന്നെ എന്തിനാ കബർ? പിന്നെ ആർക്കാ പേടി? ഇവിടെ
അതുകൊണ്ട് തന്നെ ഇപ്പൊ ആർക്ക് പേടിയില്ല. നിങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞില്ല 9-24 പണ്ഡിത പുരോഹിതന്മാർക്ക് തീരെ പേടിയില്ല. പഠിച്ചോ അയാൾ പറയാ പ്രസംഗിക്കുക എന്നല്ല, അതിനപ്പുറത്തേക്ക് ദിക്കുണ്ട് എന്റെ ജീവിതത്തിൽ വരുമോ എന്നൊരു വിശ്വാസവും ഇല്ലാതെ പോയി. അതെവിടെ സംഭവിച്ച് പരലോക പേടിയുണ്ടെങ്കിൽ മനുഷ്യ പച്ച മുവഹിദീങ്ങളെ മേലെ ശിർക്ക് എന്നിട്ട് അവസാനം എന്തായെന്നറിയോ? നിങ്ങൾ ആലോചിച്ചൊക്കെ അവസാനം സമ്മതിച്ചു. ഇസ്തിംതാവും ഇസ്തിആനത്തും ഒക്കെ സമ്മതിച്ചിരിക്കണം. എന്നിട്ട് പിന്നെ ചോദിക്കുക, അപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞില്ല. ശിർക്ക് ആരോപിച്ചത്, ആയത്ത് ദുർവ്യാഖ്യാനിച്ചത് ഈ നിമിഷം വരെ തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് കഴിയില്ലടോ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരെ കൊണ്ടുവരും. ഖുൽ ഹാതു ബുർഹാനക്കും, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ. മഹദിയ സലഫിന്റെ ഒരു വാചകം വരെ ദുർവ്യാഖ്യാനിച്ചു. സലഫി ഉലമാക്കൾ പറഞ്ഞു ഇലൈഹ അങ്ങോട്ട് കൊടുക്കേണ്ട സാധനം മൂപ്പരെന്താക്കിയെന്നറിയോ? ജമിയത്തുൽ ഉലമയ്ക്ക് മടക്കിയ വാക്ക് കയ്യോടനെ പിടിച്ചു ഫൈസൽ മൗലവി. അപ്പൊ 2 ബബ്ബ ഉണ്ടായി. ഇതും വന്നതാ പത്തപ്പരിയ സംവാദം കണ്ടോരും കേൾക്കാം. എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പറയണത്? ഉള്ളതല്ലേ പറയാൻ പറ്റൂ, ഇല്ലാത്ത പറയാൻ പറ്റും. നിങ്ങൾ നുണ പറയാൻ പറ്റും? നമുക്ക് നിങ്ങൾ പറയണമായിട്ട് നുണ പറയാൻ പറ്റുമോ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരില്ല മുജാഹിദുകളുടെ കൂട്ടത്തിൽ. റബ്ബിനോടല്ലാതെ ഇസ്തിആനത്ത് പാടില്ല. ഇബാദത്താകുന്നത് ഇസ്തിഗാസ, റജഅ, ഖശിയത്ത്, ഖൗഫ്, ഇനാബത്ത്, നേർച്ച, ബലി, സത്യം ചെയ്യൽ ഒക്കെ പടച്ചവനോടെ പാടുള്ളത്. ഉറക്കത്തിന്റെ അടിയിൽ നിന്ന് വിളിച്ചു ചോദിച്ചാലും മുജാഹിദുകൾ പറയും. കഴുത്തിൽ കത്തി ചോദിച്ചാലും പറയും ആരോടാ പറയടാ, വഹാബി പറയടാ ചോദിച്ചാൽ ഞങ്ങൾ പറയും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അന്നത്തെ ബിലാലിന്റെ ശബ്ദം. എന്നിട്ട് ഞങ്ങളെ നെഞ്ചത്ത് കുത്തിയിട്ട് പറയാം ഞങ്ങളൊക്കെ ശിർക്ക് ചെയ്തു. പടച്ചം കൊണ്ടൊരു നാളെ പരലോകത്ത്. അതുകൊണ്ട് അള്ളാന്റെ ദൂതര് പറഞ്ഞെന്തറിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, മയ്യളമല്ലി മാ ബൈന ലഹ്യൈ വമാ ബൈന റിജലൈ അളമല്ലഹുൽ ജന്ന ഹബീബുനാ ശഫീഉനാ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് 2 താടിയെല്ലുകൾക്കിടയിലുള്ളതിനെയും 2 കാലുകൾക്കിടയിലുള്ളതിനും തുടയെല്ലുകൾക്കിടയിലുള്ളതിനെയും സംബന്ധിച്ച് എനിക്ക് ജാമ്യം നിൽക്കുന്നത്, അവന് സ്വർഗം ലഭിക്കുമെന്നതിന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാവിനെ സൂക്ഷിക്കാത്തവന് അല്ലാഹുവിന്റെ മുമ്പിൽ വരും. വൈലുൽ ലികുല്ലി ഹുമസത്തുൽ ലുമസ. ആളുകൾ അധിക്ഷേപിക്കുന്നതും മറഞ്ഞെന്ന് കുറ്റം പറയുന്നതും ശീലമാക്കിയവർക്ക് വമ്പിച്ച നാശം. ഇതുപോലെ കുറ്റം പറച്ചിലല്ലേ എന്ന് ചോദിക്കും. എന്നാ പിന്നെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂടി പറയാൻ പറ്റില്ല. അതൊരു കുറ്റം പറച്ചില്ല. പ്രഖ്യാപനം ഒരിലാഹുല്ല. ദ്വാപര യുഗത്തിൽ ജീവിച്ച ശ്രീരാമല്ലേ? ത്രേതായുഗത്തിൽ ജീവിച്ച ശ്രീകൃഷ്ണല്ലേ? 6000 കൊല്ലം മുമ്പ്, 6000 വർഷം മുമ്പാണ് ഗൗതമ ബുദ്ധന്റെ ജന്മത്തിന്റെ പ്രദേശം, ജന്മസ്ഥലപ്പ കണ്ടത്. 6000 മൂപ്പരിവിടെ ജീവിച്ചില്ലേ? ജൈനം ഇവിടെ ജീവിച്ചില്ലേ? എത്ര പ്രവാചകന്മാരോട് ജീവിച്ചില്ലേ? മനുഷ്യരാരാധിച്ചവരൊക്കെ അല്ലേ? അല്ല പറയില്ല ഇല്ലല്ലാ, ഞാനല്ലാതെ ആരാധനക്കാരനായി വേറാരുമില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. എത്ര ശുദ്ധമായ തൗഹീദ്! ഇത് പറഞ്ഞ ഞങ്ങളെ മുശ്രിക്കാക്കിയവരെ ഇല്ല, അല്ലാഹു നിങ്ങളോട് പൊറുക്കില്ല. ഞങ്ങൾ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരാതെ ഒരിക്കലും നിങ്ങളോട് റബ്ബ് പൊറുക്കില്ല. ഞങ്ങൾ തൃപ്തിപ്പെടാതെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ വരും. മരണസമയത്ത് പോലും നിങ്ങൾ പറഞ്ഞു പോകും റബ്ബിർജിഊ, പടച്ചവനെ ഒന്ന് ഞങ്ങളെ ദുനിയാവിലേക്ക് മടക്കണേ. നിങ്ങൾ ഉപേക്ഷ വരുത്തിയിട്ടുള്ള നന്മകൾ ചെയ്യാൻ, ഞങ്ങൾ കുത്തിപ്പറയുന്നത് നിർത്തിവെക്കാൻ, ഹറാമായ വർത്താനം ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് പിന്തിരിയാൻ, ആളുകളെ പറ്റി പരദൂഷണം പറഞ്ഞെടുത്ത് പിന്തിരിയാൻ, മച്ച മുവഹിദീങ്ങളെ മുത്തബിഉസ്സുന്നമാരെ പറ്റി ഹറാമായ വൃത്തികേടായ വർത്താനം പറഞ്ഞു കൊടുത്ത് പിന്തിരിയാൻ ഞങ്ങളെ നീ ഒന്ന് തിരിച്ചേക്കണേ നാഥാ. അവര് പറയും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, ഇതൊക്കെ മനുഷ്യന്റെ മരണത്തിന്റെ മുമ്പ് മനുഷ്യൻ പറഞ്ഞു പോകണം. എത്ര വാക്കുണ്ടാവുന്നപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏത് ന്യൂനത വന്നാലും നമ്മൾ പറയേണ്ടി വരൂലേ? അതേ പടച്ചറബ് കാത്തിരക്ഷിക്കും. അതുകൊണ്ട് ആ മരണം വരുന്നതിന് മുമ്പ് താബ വആമന വഅമല സ്വാലിഹ്, താബ വആമന വഅമല സ്വാലിഹ്. പശ്ചാത്തപിക്കുക, വിശ്വാസം നന്നാക്കുക, സൽക്കർമ്മങ്ങൾ ഇടുക. നമ്മളാരാ? നമ്മൾ മുസ്ലിങ്ങളാ. എന്തിനാ വന്നത്? വീടുണ്ടാക്കാൻ. എന്തിനാ വന്നത്? മോളെ കെട്ടിക്കാൻ. എന്തിനാ ദുനിയാവിൽ വന്നത്? ഭാര്യയായിട്ട് ജീവിക്കാൻ, ഭർത്താവിനായിട്ട് ജീവിക്കാൻ ആണോ? അല്ല. നമ്മൾ എന്തിനാ വന്നത്? അള്ളാഹു ഈ ലോകത്തേക്ക് നമ്മളെ പറഞ്ഞെന്തിനാ? നമുക്കൊരു ലോകത്തേക്ക് എത്തണം. ആ ലോകത്ത് എത്തിപ്പെടാൻ,
അതേതാ? സ്വർഗരാജ്യം, സുഖത്തിന്റെ ലോകം. അവിടെ എന്താ ഉള്ളത്? സുഖം മാത്രം, സമാധാനം മാത്രം, ആശ്വാസം മാത്രം. പ്രായമില്ല, ജരാനരകൾ ബാധിക്കൂല അല്ലേ? ഹൈന്ദവ സുഹൃത്തുക്കൾ വരെ അംഗീകരിക്കണം. സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്വത്വം ന ജരയാ വിഭേദി ഉഭേ തീർത്ഥേ പിപാശനായ ലോകാതിമോദതേ സ്വർഗലോകി. എന്ത് രസമുള്ള വാക്കാ! ജരാനരകളില്ലാത്ത, ദുഃഖമില്ലാത്ത, ദുരിതമില്ലാത്ത രസകരമായ ഒരു ലോകത്തെ പറ്റി പറയാം. അല്ലാഹുവിന്റെ ഖുർആൻ ലഹും ദാറുസ്സലാം വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. സമാധാനത്തിന്റെ ഭവനം, സുഖത്തിന്റെ ഭവനം, ശാന്തിയുടെ ഭവനം. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. എങ്ങനെ എങ്ങനെ മിൻ അസ്വാജിഹിം, എന്താ പറയാ, നിങ്ങളെ പിതാക്കളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ മക്കളും. സദ്വൃത്ത് വമൻ സ്വലഹ മിൻ അബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. ഇവരൊക്കെ ഒരുമിച്ച് താമസിക്കണ സ്വർഗം. ഈ സ്വർഗം ഇവിടെ പോകുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. ഇതാ ദുനിയാവ് ലക്ഷ്യം. നമുക്ക് കച്ചവടം കിട്ടിയത് അതിനെതിരാകരുത്, വീട് അതിന് തടസ്സാകരുത്, കുടുംബം അതിന് തടസ്സാകരുത്, സൗകര്യങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിന് തടസ്സാകരുത്. ദീനി പ്രസ്ഥാനത്തിന്റെ ആളാന്ന് പറഞ്ഞിട്ട് ദീനിനെതിരാകരുത്. അള്ളാന്റെ ദീനിന്റെ ആളാന്ന് പറഞ്ഞിട്ട് സ്വർഗരാജ്യം നഷ്ടപ്പെടരുത്. അള്ളാന്റെ റസൂലാ പറഞ്ഞത് 72 കക്ഷികൾ കുല്ലുഹും ഫിന്നാർ. ഉമ്മത്ത് മുസ്ലിമ 73 വിഭാഗമാകും, എല്ലാരും നരകത്തില്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴിച്ച്. ആരാ റസൂൽ അത്? സ്വഹാബത്ത് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു പാതയിലാണോ ആ പാതയിലൂടെ ജീവിക്കുന്നവര് മാത്രം സ്വർഗരാജ്യത്തിൽ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് മാത്രം സ്വർഗത്തിൽ, അവര് മാത്രം സ്വർഗത്തിൽ. ബാക്കിയുള്ള നിസ്കരിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ട്. നോമ്പോയിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. സ്വലാത്തും ദിക്റും ചൊല്ലിണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷേ നരകത്തിൽ, നരകത്തിൽ. എന്തേ നരകത്ത് പോകാൻ? എന്തേ നരകത്ത് പോകാൻ? ഗൗരവമാണ് ചർച്ച. ആലോചിക്കേണ്ട വിഷയം. എപ്പോഴാ ആലോചിക്കേണ്ടത്? മരിക്കണതിന് മുമ്പ്. എപ്പോഴാ മരണം? 90 വയസ്സായിട്ട്. ആരെ പറഞ്ഞു? ഞാൻ പറയാ. എപ്പോഴാ മരണം? എപ്പോഴാ മരണം? ദാ ഇപ്പൊ എനിക്ക് കിട്ടിയ വാർത്ത എന്താ അറിയോ? 31 വയസ്സുള്ള, 31 37 വയസ്സുള്ള ചെറുപ്പക്കാരൻ, നമ്മുടെ സജീവ പ്രവർത്തകർ ഉമർ, ഒരു മാസം മുമ്പ് മരിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ കൂടെ ഉണ്ട്. ഇന്ന് അദ്ദേഹത്തിന് അല്ലാഹു ഹയാത്ത് നൽകാത്തതിനാൽ, അല്ലെങ്കിൽ ആലോചിക്ക്, ലൗ എന്ന പദം അവിടെ വരുന്നോണ്ട് ഞാൻ പറയുന്നില്ല. സജീവായിട്ടൂല്ലേ ഇവിടെ? ഈ ദീനിന്റെ സദസ്സിൽ സജീവായിട്ടുണ്ടാവൂലേ? നമ്മളിവിടെ സജീവല്ലേ? പല സദസ്സിലും ഇവിടെ സജീവല്ലേ? ഇനി ഒരിടത്ത് നമ്മളെ കാണൂല, അപ്പൊ നമ്മളെ പറ്റി പറയും, ഇതുപോലെ വായിക്കും, അവിടെ വരുന്ന മൗലി വരും, പണ്ഡിതൻ പറയും, ഇത് ഇന്നാള് മരിച്ചു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പൊ നമ്മള് വെറുതെ തൊള്ളുണ്ട് ആമീൻ പറയും. അല്ല, ഹൃദയത്തിൽ നിന്ന് ആമീൻ പറയും. നമുക്കിപ്പോ ഒക്കെ കുഴപ്പമില്ല, ഒക്കെ പുറത്ത് കാട്ടിലേക്ക്. സുന്നി, മുജാഹിദും, ജമാഅത്തും, തബ്ലീഗും, ശിഈ, ഖാദിയാനി സംഘടനവൽക്കരിച്ചു പോയി, ആദർശവൽക്കരിച്ചില്ല. ഈ കൂട്ടായ്മ ആദർശവൽക്കരണത്തിൻ്റെതാണ്. എല്ലാ ചീറ്റലും പൊട്ടലും കഴിഞ്ഞു. ഇനി അൽഹംദുലില്ലാ ഒരു ശുദ്ധീകരണം. എങ്ങനെ? നന്മയുടെ മരണം ഉണ്ട് എന്ന്, മുന്നിൽ വരണുണ്ട് എന്ന് മനസ്സിലാവാം. ഇപ്പോഴാ മരണോ? ഞാൻ പറഞ്ഞു 90-ലല്ല, 80-ലാണോ, 70-ലാണോ, 50-ലാണോ, 40-ലാണോ, 30-ലാണോ? എപ്പോഴാ മരണോ? ഏത് സമയത്ത്, എപ്പോഴാ നമ്മൾ മരിക്കുക? ഏത് സമയത്ത്. എവിടെ എപ്പോഴാ മരിക്കുക? ഭൂമിയിൽ എവിടെ വെച്ച് എപ്പോഴാ മരിക്കുക? ആർക്കും അറിയില്ല. എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. മരണം ഉറപ്പാണെന്ന് എല്ലാവർക്കും അറിയില്ല. ഉറപ്പല്ലേ? ഉറപ്പാണ്. അത് വരുന്നതിന് മുമ്പ് വിശ്വാസം നന്നാക്കാം. അത് വരുന്നതിന് മുമ്പ് പടച്ച റബ്ബേ നിന്നോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് ഉറപ്പുവരുത്തുക. ഇബാദത്തിൽ പങ്കു ചേർക്കാതെ, ജാട ഒഴിവാക്ക, അഹങ്കാരം ഒഴിവാക്ക. ഞാൻ 25 കൊല്ലത്തെ മുജാഹിദാ എന്ന് പാരമ്പര്യവാദം ഒഴിവാക്ക. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. ഞാൻ ഇവിടുത്തെ അല്ല, ആരുമല്ലോ, ഇവിടുത്തെ ആരുമല്ല, നാളെ വന്നാ പോവാനുള്ളവനാ, ആരുമല്ല. എത്ര കൊല്ലത്തെ പാരമ്പര്യം കാര്യമില്ല. ഞാൻ ഇത്ര കാലമായിട്ട് ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയാ, എല്ലാ കാര്യമുണ്ടോ? അള്ളാഹ്ക്ക് താല്പര്യമില്ലെങ്കിൽ. അതുകൊണ്ട് പാരമ്പര്യം വേണ്ട, പാരമ്പര്യ വർത്തമാനം വേണ്ട. ഞാൻ വലിയ ആളാ, വർത്തമാനം വേണ്ട. ആരുമല്ല, ആരുമല്ല. അള്ളാന്റെ ചോദിച്ചു, എന്തെന്നാണോ സൃഷ്ടിക്കപ്പെട്ടത്? ഒരു ബീജഗണത്തിൽ من نطفة خلقه فقدر ثم السبيل يسر ثم أماته فأخبر ثم إذا شاء أنشر. സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും ജോയിന്റ് സെക്രട്ടറി ആയാലും നേതാവായാലും മൗലവി ആയാലും പണ്ഡിതനായാലും ആരായാലും ഈ പരിപാടി നടത്താൻ പണം മുടക്കിയ ആളായാലും ആരായാലും ഒരു നുത്ഫ,
വരും പരലോകത്ത്, അള്ളാഹ് കൊണ്ടുവരും പരലോകത്ത്. അതുകൊണ്ട് മരിക്കണതിന് മുമ്പ് ആലോചിക്കണം, മരിച്ചാൽ പിന്നെ ആലോചിക്കാൻ പറ്റില്ല. മരിക്കണ നേരത്തുള്ള ആലോചനയെ പറ്റി നമ്മൾ പറഞ്ഞേ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് വിശ്വാസം നന്നാക്കി, കർമ്മങ്ങൾ നന്നാക്കി, ജീവിത വിശുദ്ധി സ്വീകരിച്ച്, ഇണയോടുള്ള ബന്ധം നന്നാക്കി, മാതാപിതാക്കളോടുള്ള ബന്ധം നന്നാക്കി, മക്കളോടുള്ള ബന്ധം നന്നാക്കി, അയൽവാസികളോടുള്ള ബന്ധം നന്നാക്കി, നാട്ടുകാരോടുള്ള ബന്ധം നന്നാക്കി, ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ. അവസാനിപ്പിക്കണം സഹോദരൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നിശ്ചയിച്ച മരണം വരുന്നതിന് മുമ്പ് അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ, കൂട്ടക്കാരിൽ, ബന്ധുക്കളിൽ, സ്വന്തക്കാരിൽ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ. സഹോദരങ്ങളെ, ഒരല്പം കൂടി ഇരിക്കുക. പ്രാർത്ഥനയുടെ മജ്‌ലിസാണ് ഇത്, പ്രാർത്ഥനയുടെ മജ്‌ലിസാണ്. ഇത്ര നേരെ ഇരുന്നത് വെറുതെ. ഒന്നൊരൽപ്പം ഇരിക്കുക. ഇതാണ് ആൾക്കാർ പറയണേ നമുക്ക് പ്രാർത്ഥന അല്ല, ദിക്റില്ല. നിങ്ങൾ തന്നെയാണ് കാണിച്ചു കൊടുത്താലോ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും സ്വന്തക്കാരിലും ബന്ധുക്കളിലൊക്കെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശാരീരിക, മാനസിക, സാമ്പത്തിക പ്രയാസങ്ങളുടെ പടച്ച റബ്ബ് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇണകളിലും മക്കളിലും കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിക്കാൻ, ദീന് പഠിക്കാൻ, ആയത്തും ഹദീസും പ്രമാണബദ്ധമായി പഠിക്കാൻ, കൃത്യമായി പഠിക്കാൻ, മൻഹജ് സലഫ് അനുസരിച്ച് പഠിക്കാൻ, സലഫിയത്തിന്റെ പാതയിലേക്ക് വരാൻ, ഏത് വിഷയത്തിൽ, ഏറ്റവും ചെറിയ വിഷയത്തിൽ വരെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബിന്റെ ദീനാണെന്ന് ബോധ്യമായാൽ, അതിന് തെളിവുണ്ടെന്ന് ബോധ്യമായാൽ, പിന്നെ ആര് ചെയ്തോ, ഏത് ചെയ്തോ, ഇവിടെ ഉണ്ടോ, സംഘടന പറഞ്ഞോ, ഒന്നും നോക്കാതെ അത് കൃത്യമായി മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് സഹായിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദഅവ രംഗത്ത് ശക്തമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ്, ഈമാൻ, തഖ്വ, ഇൽമ്, തന്റേടം, സ്ഥൈര്യം, ധൈര്യം, അതിനുള്ള ഇസ്സത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദാഇമ ഇന്നിവിടെ വരേണ്ടിയിരുന്ന എന്റെ ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി അടക്കം, സക്കരിയ സ്വലാഹി അടക്കം, ഹുസൈൻ സലഫി അടക്കം, നമ്മുടെ ഒരുപാട് ദാഇമ, ബഹുമാന്യനായ ജമിയത്തിന്റെ മഹാപണ്ഡിതനായി നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന അബ്ദുൽ ഹഖ് സുല്ലമി അടക്കം, കരുവള്ളി മുഹമ്മദ് മൗലവി അടക്കം, നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാർ, അവർക്കൊക്കെ രോഗികളാണ്, പ്രയാസം അനുഭവിക്കുന്നവരാണ്. ഒരുപാട് ദാഇമാർ ഇവിടെ ആമുഖത്ത് സംസാരിച്ച, പിന്നീട് സംസാരിച്ച കുറേയധികം ആളുകൾ, ദാഇമാർ, കേരളത്തിന്റെ വ്യത്യസ്തമായ വകയിൽ അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ ഏതൊരു പ്രദേശത്തും ഒരു ദാഇക്ക്, ഒരു പണ്ഡിതന് സ്റ്റേജ് കെട്ടിയിട്ട് ശുദ്ധമായ തൗഹീദും സുന്നത്തും ദീനും പറയാൻ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, സമ്പത്ത് ചെലവഴിക്കണം, അവിടെ ഇരുന്നു കൊടുക്കണം. സാധാരണക്കാർ, ഞങ്ങളെക്കാളും നല്ലവരായ നിങ്ങൾ അല്ലാഹുവേ സ്വർഗം മാത്രം പ്രതിഫലമായി നൽകി അനുഗ്രഹിക്കണേ നാഥാ. പടച്ചവനെ, എത്രയോ ആളുകൾ എല്ലാം നൽകി, മനസ്സും ശരീരവും സർവ്വം നൽകി, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് പെണ്ണുങ്ങൾ പരിഹസിച്ചാലും ചീത്ത പറഞ്ഞാലും അത് ചെവി കൊടുക്കാതെ ചിരിച്ചിട്ട് അല്ലാഹുവിന്റെ ഇൽമിന്റെ മജ്‌ലിസ് കെട്ടിപ്പടുത്തിട്ട് റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന എത്രയോ സാധാരണക്കാർ, അല്ലാഹുവേ നിന്റെ റിളാ, നിന്റെ ലിഖാ, നിന്റെ സ്വർഗ്ഗരാജ്യം അവർക്ക് പ്രതിഫലമായി നൽകി അവരെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ എന്നതാ. റബ്ബേ, ലോകത്തിന്റെ വ്യത്യസ്തമായ കോണങ്ങൾ നിങ്ങൾ അറിയോന്നറിയില്ല. ഗോള എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ആഫ്രിക്കയിൽ, ഇസ്ലാം മതത്തെ ആ രാഷ്ട്രം നിരോധിച്ച വല്ലാത്തൊരു വാർത്ത, ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധ പ്രസ്ഥാനം. അങ്കോളയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കശാപ്പ് നടത്തുന്ന, പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന ഒരു ലോകം. അള്ളാഹു അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമുദായ ബോധമല്ല, പടച്ചോന്റെ ദീനിനോടുള്ള ബോധം. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ കിട്ടിയൊരു വാർത്ത, അങ്കോള നിശ്ചയിച്ചു എന്നാ പറയുന്നത്. അല്ലാഹു അല്ല, പക്ഷെ പീഡനം അവിടെ നടക്കുന്നുണ്ട്. പടച്ച റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. സിറിയ 10 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾ പാലായനം ചെയ്ത, 10 ലക്ഷത്തോളം മുതിർന്നവർ പാലായനം ചെയ്ത, ശുദ്ധ റാഫിദിയത്തിന്റെ 13% വരുന്ന ശിയഈ ഭരണകൂടം ഭരിക്കുന്ന സിറിയ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഹ്ലുസ് സുന്നത്തിന്റെ ഭരണകൂടത്തെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൻസാർ സുന്നത്തുൽ മുഹമ്മദിയ എന്ന സലഫി കൂട്ടായ്മ, സലഫി പ്രസ്ഥാനത്തിന്റെ കീഴിൽ
നാഗരികതയുടെ സംസ്കാരത്തിന്റെ തറവാടായി അറിയപ്പെടുന്ന ഈജിപ്തിന് അല്ലാഹു പുനഃക്രമീകരിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരായ, നിസ്സഹായരായ തൗഹീദി പ്രവർത്തകർ, ഇസ്ലാമിക പ്രവർത്തകർ അല്ലാഹു അവർക്ക് ഇസ്സത്ത് നൽകി, തന്റേടം നൽകി, ധൈര്യം നൽകി, തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തെ അല്ലാഹു ആ മാർഗത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അതാ ഈ പ്രദേശത്തിന് തൗഹീദിന്റെ സുന്നത്തിന്റെ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ പഠിച്ചവനെ. ഇത് സംഘടിപ്പിച്ചവർക്ക് സ്വർഗം മാത്രം ഈ പ്രതിഫലമായി നൽകി അനുഗ്രഹിക്കണേ പഠിച്ചവനെ. ഇനി വരാനിരിക്കുന്ന ജനുവരിയിൽ വരാനിരിക്കുന്ന ദഅവാ സമ്മേളനം അല്ലാഹുവേ നിന്റെ സ്വർഗം മാത്രം ലക്ഷ്യം വെച്ച് ധാരാളക്കണക്കിന് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇസ്ലാമിന്റെ വിഹായസിലേക്ക്, രാജപാതയിലേക്ക് കടന്നു വരാനുള്ള ഒരു തൗഫീഖായി, ഒരു മാർഗമായി അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ പഠിച്ചവനെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന മറക്കരുത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.